FTN പോർട്ടൽ കയറി കഴിഞ്ഞ ദിവസം നമ്മൾ FTN പോർട്ടൽ കയറിയിട്ട് പ്രാക്ടിക്കൽ ഫയലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഫയൽ ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ റീഫണ്ട് എടുക്കുന്നതിന്റെ കേസ് എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പ്രാക്ടിക്കലി ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്ത സമയത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇനി നമുക്ക് ബാലൻസ് നിൽക്കുന്ന ഒരു പോർഷനാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി അപ്കമിങ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്കമിങ് UAE വാറ്റിലുള്ള മേജർ ഒരു അപ്ഡേറ്റ് എന്നുള്ള നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്നതാണ് വരാൻ പോകുന്ന ഇൻവോയ്സിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻവോയ്സിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻവോയ്സിങ് എന്താണ് ഇൻവോയ്സിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ യു എയിലുള്ള ഒരു അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഓഡിറ്റിലുള്ള ആൾ വാറ്റിൽ ഇൻവോയ്സിങ്ങിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ ബേസിക്കലി ഇൻവോയ്സിങ് അല്ലെങ്കിൽ ഇൻവോയ്സിങ് എന്ന് പറഞ്ഞ സാധനം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻവോയ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ്, ഇലക്ട്രോണിക് ഇൻവോയ്സ് എന്നൊക്കെ എല്ലാവരും പറയും ഇൻവോയ്സിങ് എന്നാണെന്നുള്ളത്. പക്ഷെ എന്താണ് ശരിക്കും ആക്ച്വലി ഈ ഇൻവോയ്സിങ് എന്നുള്ള പർപ്പസ് അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഇപ്പോൾ ഈ ഇൻവോയ്സിങ് ആക്ച്വലി UAE ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ സൗദി അറേബ്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഇൻവോയ്സിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും സക്സസ്ഫുള്ളി ഈ ഇൻവോയ്സിങ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യയിൽ. ഇപ്പോൾ അടുത്ത ജൂൺ 2026 കൂടി കംപ്ലീറ്റ്ലി സൗദിയിൽ എന്താവും, ഈ ഇൻവോയ്സിങ് കംപ്ലീറ്റ് ആവും. അത് ഏതൊക്കെ ബിസിനസ്സിന് ഈ ഇൻവോയ്സിങ് അപ്ലിക്കബിൾ ആണോ ആ ഈ ബിസിനസ്സുകൾക്കൊക്കെ എന്ത് വരും, ഈ ഇൻവോയ്സിങ് സൗദിയിൽ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പൊ സൗദി അറേബ്യയിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിലാണ് എന്ത് ചെയ്യുന്നത്, UAE ഈ ഇൻവോയ്സിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ വരുന്നത്. അപ്പോൾ ബേസിക്കലി ഇൻവോയ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാറ്റിന്റെ ഈ ഒരു റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഉണ്ട്. നമ്മളിപ്പോൾ റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാസത്തെ നമ്മൾ സെയിൽസ് അല്ലെങ്കിൽ പർച്ചേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിന് ശേഷം വരുന്ന വാറ്റ് റിട്ടേണിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ എത്ര ഔട്ട്പുട്ട് വന്നു, എത്ര ഇൻപുട്ട് വന്നു, എത്ര സെയിൽസ് വന്നു, എത്രയാണ് നമ്മുടെ എക്സ്പെൻസ്, അതിന്റെ പർച്ചേസിന്റെ ഇൻപുട്ട് എത്രയാണ്, ഇതൊക്കെ നമ്മൾ പിന്നീട് വരുന്ന വാറ്റ് റിട്ടേണിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മെത്തേഡിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൊതുവെ വാറ്റിന്റെ റിപ്പോർട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഒന്നും കൂടി എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്നും കൂടി സ്ട്രീം ലൈൻഡ് പ്രോസസ്സ് ആക്കാൻ വേണ്ടി ഇപ്പോൾ ഡിജിറ്റലി ആവുന്നതോടുകൂടി ഒന്നും കൂടി എന്താവും, എഫിഷ്യൻ്റ് ആവും, സ്ട്രീം ലൈൻഡ് ആവും, ടാക്സിന്റെ കംപ്ലൈൻസ് കുറയും, അവരുടെ ടാക്സിന്റെ റെഗുലേഷൻസ് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവും. കാരണം ഈ ഇൻവോയ്സിങ് ആക്കുന്നതോടുകൂടി ഡിജിറ്റൽ ഇൻവോയ്സിങ്ങിലൂടെ എന്ത് ചെയ്യും, കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഡിജിറ്റൽ ഇൻവോയ്സിങ് എന്ന് ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഇൻവോയ്സ് ഇപ്പോൾ ഒരു കമ്പനിയിലൊരു പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ ഉണ്ട്. ഒരു പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ അറിയില്ലേ, POS മെഷീൻ. ഒരു സെയിൽസ് നടന്നു. ആ സെയിൽസ് നടന്ന മൊമെന്റിൽ തന്നെ നമ്മുടെ ഇൻവോയ്സ് എന്ത് ചെയ്യും, FTN പോർട്ടലിലേക്ക് ഡിജിറ്റലി കയറും. ഓക്കെ, അത് FTN പോർട്ടലിലേക്ക് ഡിജിറ്റലി കയറുമെന്ന് മാത്രമല്ല, അവിടുന്ന് ആ വെബ്സൈറ്റിൽ നിന്ന് നമ്മുടെ സെയിൽസ് മെഷീനിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് പോകുന്ന ഈ ഒരു ഇൻവോയ്സ് FTN പോർട്ടലിൽ എത്തിയിട്ട് ഇൻവോയ്സിങ്ങിന്റെ പോർട്ടലിൽ എത്തിയിട്ട് FTA അപ്രൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യും, തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്ന രീതിയിലാണ് ഈ ഇൻവോയ്സിങ്ങിന്റെ മെക്കാനിസം നടക്കുന്നത്. അപ്പോൾ ഈ ഇൻവോയ്സിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഈ ഇൻവോയ്സിങ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഈവൻ സൗദി ആണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ UAE ആണെന്നുണ്ടെങ്കിലും ഫേസ് ആയിട്ടാണ് എന്ത് ചെയ്യുക, ഇവർ ഇംപ്ലിമെന്റ് ചെയ്യുക. ഫേസ് വൈസ് ആണ്. അതായത് ഒറ്റയടിക്ക് എന്ത് ചെയ്യില്ല, എല്ലാ ഇൻവോയ്സിങ്ങിന് നാളെ തൊട്ട് കംപ്ലീറ്റ്ലി ഇൻവോയ്സിങ് ആണ് അങ്ങനെയല്ല ചെയ്യുക. ഓരോ ഫേസ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പോൾ അതിൽ ഫേസ് 1 ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്. ഫേസ് 1 ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ടഡ് ആണ്. UAE ഓൾറെഡി ഫേസ് 1 ഈ ഇൻവോയ്സിങ്ങിന്റെ ഫേസ് 1 ഓൾറെഡി കംപ്ലീറ്റ് റണ്ണിങ് ആണ്. ഫേസ് 1 ഏകദേശം ഒരു 2022 തൊട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഇൻവോയ്സിങ്ങിന്റെ ഫേസ് 1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് UAE. ഇപ്പോൾ ഫേസ് 1 ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇൻവോയ്സ് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഇലക്ട്രോണിക്കലി സ്റ്റോർ ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ കേസ്. ഓക്കെ, അതായത് നമുക്ക് ഇലക്ട്രോണിക് ഇൻവോയ്സുകൾ നിർബന്ധമായിട്ട് നമ്മൾ ഇപ്പം നമ്മുടെ കമ്പനിയിൽ ഫിസിക്കൽ ഇൻവോയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പേപ്പർ ഇൻവോയ്സ് ഉള്ള പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇലക്ട്രോണിക്കലി നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഇൻവോയ്സ് സ്റ്റോർ ചെയ്യൽ നിർബന്ധമാണ്. അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് നമ്മുടെ ഇൻവോയ്സുകൾ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. ഈവൻ ദോ നമുക്ക് ഫിസിക്കലി ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടിയും നമുക്ക് എന്ത് വേണം, എല്ലാ കമ്പനിയിലും ഇലക്ട്രോണിക്കലി ഇൻവോയ്സ് സ്റ്റോർ ചെയ്യൽ UAE നിർബന്ധമാണ്. അപ്പൊ അത് ഫേസ് 1 വന്നു പോയതാണ്. ഫേസ് 1 ഓൾറെഡി എന്ത് ചെയ്താണ്, ഇത് ഇംപ്ലിമെന്റ് ആയി, ഇത് നടന്നുകൊണ്ടിരിക്കുന്ന കേസാണ്. അപ്പോൾ ഓൾറെഡി ഈ സ്റ്റേജ് എന്ത് ചെയ്തിട്ടുണ്ട്, UAE കവേർഡ് ആണ്. അപ്പൊ ഇതൊക്കെ ഫേസ് 1 സംഭവിച്ചാണ്. അതുപോലെ ഇൻവോയ്സിന്റെ ഡീറ്റെയിൽസിൽ പുതിയ കുറേ കാര്യങ്ങൾ അവർ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവന്നു. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ QR കോഡ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻവോയ്സിൽ എന്തുണ്ടാവും, QR കോഡ് ആഡ് ചെയ്യാൻ ചില ഇൻവോയ്സുകളിൽ
എസ്പെഷ്യലി B2B ട്രാൻസാക്ഷനുള്ള ഇൻവോയ്സുകളിലൊക്കെ QR കോഡിന്റെ ഓപ്ഷൻ കൊണ്ടുവന്നതൊക്കെ ഈ ഇൻവോയ്സിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഓക്കെ, അതുപോലെ ഇൻവോയ്സിങ്ങിന്റെ ഫോർമാറ്റ് XML ഫോർമാറ്റിലേക്ക് മാറ്റണം എന്നുള്ളതൊക്കെ ഈ ഇൻവോയ്സിങ്ങുമായി ബന്ധപ്പെട്ടാണ് കൊണ്ടുവന്നത്. അതുപോലെ നമ്മുടെ ബുക്സ് റെക്കോർഡ്സ് കീപ്പ് ചെയ്യേണ്ടത് 5 years വരെയെങ്കിലും കീപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് ഈ ഇൻവോയ്സിങ്ങിന്റെ phase 1 ആണ്. ഇതൊക്കെ phase 1 ആണ്. അതായത് നമ്മൾ ഒരു പുതിയൊരു ടാക്സിൽ പുതിയൊരു സിസ്റ്റത്തിലേക്ക് പോവാണ്. ഇനി മുതൽ നമ്മുടെ ഇൻവോയ്സുകൾ എന്തല്ല, വെറും ഫിസിക്കൽ ഇൻവോയ്സ് അല്ല, ഇലക്ട്രോണിക് ഇൻവോയ്സുകളാണ്. ഇലക്ട്രോണിക് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു സെയിൽസ് നടത്തി കഴിഞ്ഞാൽ നമ്മൾ സെയിൽസിന്റെ ഇൻവോയ്സ് നമ്മുടെ സിസ്റ്റത്തിനകത്ത് നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് നമ്മൾ ചെയ്യുന്ന അതേ മൊമെന്റിൽ എന്ത് ചെയ്യും, FTന്റെ പോർട്ടലിലേക്ക് കയറും. FTന്റെ പോർട്ടലിലേക്ക് കയറിയിട്ട് FT അപ്രൂവ് ചെയ്തിട്ട് തിരിച്ചെന്ത് ചെയ്യും, ഇങ്ങോട്ട് തന്നെ ഇൻവോയ്സ് വരും. അപ്പോൾ അറ്റ് ദ ടൈം നമ്മൾ ഇൻവോയ്സ് ചെയ്യുന്ന അതേ മൊമെന്റിൽ എന്ത് നടക്കുകയാണ്, FTAക്ക് നമ്മുടെ സെയിൽസ് റിലേറ്റഡ് ഡാറ്റ അറ്റ് ദ ടൈം കിട്ടുകയാണ്. അതാണ് ഈ ഡിജിറ്റൽ ഇൻവോയ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഇൻവോയ്സ് കൊണ്ടുള്ള ഗുണം. അപ്പോൾ അത് നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് നമ്മുടെ കമ്പനി എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒറ്റൊരു ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ്ലി സ്റ്റെപ്പ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന സ്റ്റെപ്പ് മൊത്തത്തിൽ മാറ്റാൻ പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്തു, ഓരോ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്തു കൊണ്ടുവന്നു. അപ്പൊ അതിൽ ആദ്യം ചെയ്തിരുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യാണ്, വാറ്റിന്റെ ആദ്യം ചെയ്ത സ്റ്റെപ്പ് phase 1 ആണ്. phase 1 ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻവോയ്സുകൾ ഇലക്ട്രോണിക് വേണമെന്ന് പറഞ്ഞു. അതുപോലെ ഇൻവോയ്സിങ്ങിന്റെ ഫോർമാറ്റിൽ മാറ്റം വരുത്തി. അതുപോലെ നമ്മൾ ബുക്സ് കീപ്പ് ചെയ്യേണ്ട ടൈം പീരീഡ് മാറ്റി, XML ഫോർമാറ്റ് കൊണ്ടുവന്നു. അങ്ങനെ പല രീതിയിലുള്ള മാറ്റങ്ങൾ എന്ത് ചെയ്തു, സ്റ്റെപ്പ് 1 അല്ലെങ്കിൽ ബേസിക് കംപ്ലൈൻസിൽ എന്ത് ചെയ്തു, അവർ കൊണ്ടുവന്നു. അതിനുശേഷം രണ്ടാമത്തെ phase 2 ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്, അല്ലെങ്കിൽ ഓൾറെഡി റണ്ണിങ് ആണ്. phase 2 അവർ സ്റ്റാർട്ട് ചെയ്തത് 2023 മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, UAE phase 2 നടക്കുന്നുണ്ട്. ഓക്കെ, phase 2 പ്രധാനമായിട്ടും കൊണ്ടുവന്നത് റിയൽ ടൈം റിപ്പോർട്ടിംഗ് ആണ്. ഇൻവോയ്സ് FTAയിലേക്ക് ഈ ഇൻവോയ്സിങ് അപ്ലിക്കബിൾ ആയ കമ്പനികളൊക്കെ എന്ത് ചെയ്യണം, റിയൽ ടൈം റിപ്പോർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇഷ്യൂ ചെയ്യുന്ന ആ റിയൽ ടൈമിൽ തന്നെ എന്ത് ചെയ്യണം, ഇൻവോയ്സ് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള റിപ്പോർട്ടിങ്. അത് ചില കമ്പനികൾക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ, സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവന്നിട്ടുള്ളൂ. അതുപോലെ UAN നമ്പർ, ഇൻവോയ്സ് യുണീക്ക് ഐഡന്റിഫയർ നമ്പർ എന്ന് പറഞ്ഞ ഒരു UAN നമ്പർ ഒരുവിധ എല്ലാ ഇൻവോയ്സിലും എന്തുണ്ട്, UAN നമ്പർ അപ്ലിക്കബിൾ ആയിട്ടുണ്ട് ഇൻവോയ്സിന്, യുണീക്ക് ഇൻവോയ്സ് ഐഡന്റിഫയർ നമ്പർ. അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പ് 2 കൊണ്ടുവന്ന കേസുകളാണ്. ഇനി സ്റ്റെപ്പ് 3 അല്ലെങ്കിൽ phase 3 ആണ് ഇനി വരാൻ പോകുന്നത്, അല്ലെങ്കിൽ മേജർ ചേഞ്ച് ഇനിയാണ് വരാൻ പോകുന്നത്. phase 3 എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻവോയ്സിങ്ങിന്റെ phase 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രേഷൻ ഫേസ് ആണ്. ഇന്റഗ്രേഷൻ ആണ് ശരിക്കും ഈ ഇൻവോയ്സിംഗിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഫേസ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഈ ഫസ്റ്റ് 1ഉം 2 ഒക്കെ നമ്മുടെ കമ്പനീൻ്റെ അകത്ത് മാത്രം നമ്മൾ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. നമ്മളെ മാനുവൽ ഇൻവോയ്സ് കീപ്പ് ചെയ്യുന്ന പകരം ഇലക്ട്രോണിക് ഇൻവോയ്സ് കീപ്പ് ചെയ്യുക, നമ്മുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ കുറച്ചും കൂടി ഇലക്ട്രോണിക് ഇൻവോയ്സിങ്ങിന് അപ്ലിക്കബിൾ ആയ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലേക്ക് മാറുക, ഇതൊക്കെ നമ്മുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ phase 1ഉം phase 2ഉം ഒരുവിധ എല്ലാ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടാവും, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി ആ സ്റ്റേജ് കവർ ചെയ്തിട്ടുണ്ടാവും UAയിൽ. അപ്പോൾ ഇപ്പോൾ ഉള്ള കമ്പനികൾക്കൊക്കെ അവരുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഈ ഇൻവോയ്സിങ്ങിനും കൂടി അപ്ലിക്കബിൾ ആയ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആയിരിക്കണം അവരെന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അവർ ഇപ്പോൾ റൺ ചെയ്യുന്നത്. ഇനി phase 3 എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, phase 3 ഇതിന്റെ ഇന്റഗ്രേഷൻ സ്റ്റേജ് ആണ്. അതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇനി വരാൻ പോകുന്ന ഈ 2026 മേജർ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രേഷൻ ഫേസ് ആണ്. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറും FTന്റെ ഇൻവോയ്സിങ്ങിന്റെ പോർട്ടലും, ഓക്കെ, ഈ ഇൻവോയ്സിങ്ങിന്റെ പോർട്ടലും തമ്മിൽ എന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കണക്ട് ചെയ്യാം. അതായത് നമ്മൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഇൻവോയ്സ് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ആ ടാക്സ് ഇൻവോയ്സ് അറ്റ് ദ ടൈം എന്താവും, റിയൽ ടൈമിൽ FTന്റെ ഈ ഇൻവോയ്സിങ് സൈറ്റിലേക്ക് എന്ത് ചെയ്യും, കയറും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം, രണ്ടും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യണം. ഈ ഇന്റഗ്രേഷൻ സ്റ്റെപ്പ് ആയിരിക്കും ഒരു മേജർ ചലഞ്ചിന് നമുക്ക് വരാൻ പോകുന്ന ഇൻവോയ്സിന്റെ സമയത്ത് ഒരു മേജർ ചലഞ്ച് ഈ പറഞ്ഞ ഇന്റഗ്രേഷൻ സ്റ്റെപ്പ് ആയിരിക്കും. അപ്പോൾ അതിന് ഇന്റഗ്രേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യണം, ആദ്യം അപ്ഗ്രേഡ് ചെയ്യണം. നമ്മുടെ പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ ആദ്യം അപ്ഗ്രേഡ് ചെയ്യണം. ഇപ്പോൾ പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ യൂസ് ചെയ്യുന്ന കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ഈ ഇൻവോയ്സിങ്ങിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള പോയിന്റ് ഓഫ് സെയിൽ മെഷീനിലേക്ക് മാറണം. അല്ലെങ്കിൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അത് ഈ ഇൻവോയ്സിങ്ങിന്റെ കേസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ഈ ഇൻവോയ്സിങ്ങിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലേക്ക് മാറണം. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഓൾറെഡി ഒരുപാട് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ UAയിലാണെന്നുണ്ടെങ്കിലും ഈ ഇൻവോയ്സിങ്ങിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളും പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ്റെ ഒക്കെ ഒരുപാട് സ്ഥാപനങ്ങളും വർക്കുകളും ഒക്കെ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യും, നമ്മൾ ഈ ഇൻവോയ്സിങ്ങിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എല്ലാ കമ്പനി എന്ത് ചെയ്യണം, ആ രീതിയിലേക്ക് മാറണം, അല്ലെങ്കിൽ അവരുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ത് ചെയ്യണം, ഈ ഇൻവോയ്സിങ്ങിനുള്ള റെഡി ആവുന്ന രീതിയിൽ എന്ത് ചെയ്യണം, മാറ്റി വെക്കണം. അപ്പോൾ ആ മാറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മുടെ സിസ്റ്റത്തിനകത്ത് കുറേ പുതിയ ഫോർമാറ്റുകൾ ആഡ് ചെയ്യണം. ഇപ്പോൾ
XML, JSN ഫോർമാറ്റുകളൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ എക്സലിന്റെ ഫോർമാറ്റ് പറയുന്ന പോലെ XML, JSN ഫോർമാറ്റ് എന്നൊക്കെ പറയും. ഇതൊക്കെ ഒരു ഫയലിന്റെ ഫോർമാറ്റ് ആണ്. ഇപ്പൊ നമ്മൾ ചില ഫയൽ സേവ് ചെയ്യുമ്പോൾ PDF-ലും എക്സൽ ഫോർമാറ്റിലൊക്കെ സേവ് ചെയ്യില്ല. അതേപോലെ ഇനി മുതൽ നമ്മൾ ഇൻവോയ്സുകളൊക്കെ സേവ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവോയ്സുകളൊക്കെ സ്റ്റോർ ചെയ്യുക XML ഫോർമാറ്റിലും JSN ഫോർമാറ്റിലൊക്കെ ആയിരിക്കും. കാരണം ഈ ഫോർമാറ്റ് ായാലേ സിസ്റ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ FTAന്റെ പോർട്ടലിന് ഈ ഇൻവോയ്സിംഗ് ആയിട്ട് നിൽക്കുന്ന സാധനം റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ട സോഫ്റ്റ്വെയർ നമ്മൾ എന്ത് ചെയ്യണം, റെഡിയാക്കണം. നമ്മുടെ സോഫ്റ്റ്വെയർ ഈ ഇൻവോയ്സിംഗിലേക്ക് പ്രാപ്തമായ സോഫ്റ്റ്വെയർ ആണെന്നുള്ള എന്ത് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യുക. ആ രീതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, റെഡിയാൻ നിർത്താം. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇൻവോയ്സുകൾ ഈ ഇൻവോയ്സിംഗിന്റെ ഫോർമാറ്റിലേക്ക് എന്ത് ചെയ്യണം, ഇൻവോയ്സുകൾ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ ഇൻവോയ്സിംഗിലേക്ക് വേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഇൻവോയ്സിന് നിർബന്ധമായിട്ടും വേണ്ട കുറച്ച് ഫോർമാറ്റുകളുണ്ട്. നമ്മൾ റെസിപ്പിയന്റിന്റെ ഡീറ്റെയിൽസ്, അവരുടെ അഡ്രസ്സ്, സപ്ലയർ ഡീറ്റെയിൽസ്, അവരുടെ അഡ്രസ്സ്, ഇൻവോയ്സിലെ ഡേറ്റ്, ടൈം, ഇൻവോയ്സിന്റെ ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതിന്റെ പുറമെ B2B ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവോയ്സുകളിൽ QR കോഡ് നിർബന്ധമാണ്. ഓക്കെ, QR കോഡ് നിർബന്ധമാണ്. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ QR കോഡിൽ നിന്ന് നമുക്ക് ആ ഇൻവോയ്സിന്റെ നമ്പർ കിട്ടണം. ഓക്കെ, ഇത് നിങ്ങൾ QR കോഡ് ചെയ്യുന്ന, ഇപ്പൊ ഈ ഇൻവോയ്സിങ്ങിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കമ്പനികൾ എന്ത് ചെയ്യും, QR കോഡ് ആക്കി ചെയ്തു തരും. ഇനി ആരും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ അതിൽ ഈ സാധനങ്ങൾ ഉണ്ടാവണം. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവോയ്സ് കാണിക്കുമ്പോൾ അതിൽ ഇൻവോയ്സിന്റെ നമ്പർ കാണിക്കണം, വാറ്റ് എമൗണ്ട് കാണിക്കണം. ഇതൊക്കെ ആ QR കോഡിൽ ഉണ്ടാവണം. വാറ്റ് എമൗണ്ട് കാണിക്കണം, എന്നാണ് നമ്മൾ ഇൻവോയ്സിന്റെ ഡേറ്റ് എന്നുള്ളത് കാണിക്കണം, നമ്പർ പോലെ തന്നെ ഡേറ്റ് കാണിക്കണം. അതുപോലെ നമ്മുടെ വാറ്റിന്റെ രജിസ്ട്രേഷൻ നമ്പർ, ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ, ആ സപ്ലയർ ടാക്സ് രജിസ്ട്രേഷൻ നമ്പറും ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റണം. അപ്പൊ ഇനി മുതൽ ഈ ഇൻവോയ്സിംഗിലേക്ക് വരുന്നതോടുകൂടി നമ്മുടെ എല്ലാവരുടെയും B2B ഇൻവോയ്സുകളിലൊക്കെ നിർബന്ധമായിട്ടും QR കോഡിന്റെ ഫീൽഡ് ഉണ്ടായിരിക്കണം. നമ്മൾ ബാക്കി ഫീൽഡുകളൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ബാക്കി ഫീൽഡുകളൊക്കെ നിർബന്ധമാണ്. ഇതൊക്കെ റെസിപ്പിയന്റിന്റെ ഡീറ്റെയിൽസ്, അവരുടെ അഡ്രസ്സ്, സപ്ലയർ ഡീറ്റെയിൽസ്, അവരുടെ അഡ്രസ്സ്, മേലെ ടാക്സ് ഇൻവോയ്സ് എഴുതിയത്, അതൊക്കെ ഓൾറെഡി ഉള്ളതാണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ അത് ഓൾറെഡി വേണം. അതിന്റെ പുറമെ QR കോഡ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഈ ഇൻവോയ്സിംഗിലേക്ക് മാറുന്ന സമയത്ത് വേണം. ഓക്കെ, ഇനി എന്താ നമ്മൾ ഈ ഇൻവോയ്സിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇനിയിപ്പോൾ തേർഡ് ഇന്റഗ്രേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ശരിക്കും തേർഡ് ഇന്റഗ്രേഷൻ സ്റ്റേജ്? തേർഡ് ഇന്റഗ്രേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ സോഹോ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഓഡോ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ അപ്ഗ്രേഡേഷൻ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, കമ്പനി ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ചെയ്തിട്ടില്ലാത്ത കമ്പനി ആണെങ്കിൽ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ അപ്ഗ്രേഡേഷൻ ഒക്കെ ചെയ്യണം. ഈ ഇൻവോയ്സിങ്ങിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. നമ്മുടെ ഇൻവോയ്സുകൾ ഈ ഇൻവോയ്സിങ്ങിന് ആപ്ലിക്കബിൾ ആയിട്ടില്ല എന്നുള്ളതും ഉറപ്പുവരുത്തണം. നമ്മൾ മേലെ പറഞ്ഞ പോലെ QR കോഡ് ഇല്ലേ, സോഫ്റ്റ്വെയർ XML ഫോർമാറ്റ് റീഡ് ചെയ്യൂലേ, JSN ഫോർമാറ്റ് റീഡ് ചെയ്യൂലേ എന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. ഇനി അതെല്ലാം ഉറപ്പുവരുത്തി, ഓക്കെ, എല്ലാം റെഡിയായി, നമ്മുടെ സോഫ്റ്റ്വെയർ ഈ ഇൻവോയ്സിങ്ങിന് റെഡിയാണ്, നമ്മുടെ ഇൻവോയ്സിന്റെ ഫോർമാറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഒക്കെ റെഡിയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ സോഫ്റ്റ്വെയറും ഈ പറഞ്ഞ ഈ ഇൻവോയ്സിങ്ങിന്റെ വെബ്സൈറ്റും, ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഇൻവോയ്സിങ്ങിന്റെ വെബ്സൈറ്റും തമ്മിൽ എന്ത് ചെയ്യും, ഇന്റഗ്രേഷൻ ചെയ്യും. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ടെക്നിക്കൽ പ്രോസസ്സാണ്. നമ്മൾ അക്കൗണ്ടിങ് റിലേറ്റഡ് പരിപാടി ഒന്നുമല്ല, ടെക്നിക്കൽ പ്രോസസ്സാണ്. നമ്മൾ അങ്ങോട്ട് വെബ്സൈറ്റിലേക്ക് നമ്മുടെ ഈ സോഫ്റ്റ്വെയറിന്റെ UIN ID വെച്ചിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുകയും അത് അക്സെപ്റ്റ് ആയി വരികയും അങ്ങനെയാണ് എന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ കുറച്ച് നേരത്തെ പണിയുണ്ട്. ചിലപ്പോൾ ഇന്റഗ്രേറ്റ് ആയി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. ചില ആൾക്കാർക്ക് റിജക്ഷൻ വരും. ഇപ്പോൾ ഓൾറെഡി സൗദിയിലൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ ബുദ്ധിമുട്ടുകളും ഇതൊക്കെയാണ് എന്ത് ചെയ്ത് ഇന്റഗ്രേറ്റ് ആയത്. അപ്പോൾ ചിലപ്പോൾ സോഫ്റ്റ്വെയർ നമ്മളുടെ കോമ്പിറ്റന്റ് അല്ല എന്നുള്ളത് സൈറ്റ് പറയും, FT പറയും, നിങ്ങളുടെ സൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഈ ഇൻവോയ്സിംഗ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ടീമിനെ വിളിക്കേണ്ടി വരും, എന്താ ഇഷ്യൂ എന്ന് ചോദിക്കേണ്ടി വരും. അവരെ അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ് ആവുക. സംഹൗ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയറും ഈ ഇൻവോയ്സിംഗിന്റെ പോർട്ടലും തമ്മിൽ എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇനി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഓക്കെ, നമ്മുടെ സിസ്റ്റം നമ്മുടെ സോഫ്റ്റ്വെയറും ഈ ഇൻവോയ്സിംഗിന്റെ പോർട്ടലും തമ്മിലായി ഇന്റഗ്രേറ്റഡ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു ഇൻവോയ്സ് അടിക്കുകയാണ്. ഓക്കെ, നമ്മളൊരു ഇൻവോയ്സ് അടിച്ചു. അപ്പം ഞാൻ ഈ ഇൻവോയ്സിംഗ് ഇന്റഗ്രേറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇൻവോയ്സ് അടിച്ചു കഴിഞ്ഞാൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ആ മൊമെന്റിൽ തന്നെ ഞാൻ പറഞ്ഞു ഈ ഇൻവോയ്സിംഗ് എന്തായി, ഈ ഒരു ഇൻവോയ്സ് ഈ ഇൻവോയ്സിംഗ് ഫോർമാറ്റിലേക്ക് മാറും. നമ്മൾ സാധാ സോഫ്റ്റ്വെയറിൽ ഒരു ഇൻവോയ്സ് അടിക്കുന്നത് ഈ ഇൻവോയ്സിംഗ് ഫോർമാറ്റിലേക്ക് മാറും. എന്നിട്ട് ഈ ഇൻവോയ്സ് ഡയറക്ട്ലി FTAന്റെ പോർട്ടലിലേക്ക് എന്ത് ചെയ്യും, ചെല്ലും. റിയൽ ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഇൻവോയ്സ് അടിക്കുന്ന ആ മൊമെന്റിൽ തന്നെ എന്ത് ചെയ്യും, ചെല്ലും. B2B ട്രാൻസാക്ഷൻസ് ആണെങ്കിലേ B2B ട്രാൻസാക്ഷൻസ്, B2Cക്ക് വേറെയാണ് B2B ട്രാൻസാക്ഷൻസിന്റെ കേസാണ് പറയുന്നത്.
B2B ട്രാൻസാക്ഷൻ ആണ്. ഞാൻ ഒരു B2B പാർട്ടിക്ക്, B2B പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റെസിപ്പിയന്റും രജിസ്റ്റേർഡ് ആണ്, സപ്ലയറും രജിസ്റ്റേർഡ് ആണ്, രണ്ടാൾക്കാരും വാറ്റിൽ രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്ക് നമ്മൾ ബില്ല് അടിക്കുന്ന സമയത്ത്, ഇൻവോയ്സ് അടിക്കുന്ന സമയത്ത് ആ ഇൻവോയ്സ് ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് ആവും. ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻക്രിപ്ഷൻ ആണ് യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്സപ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവും, എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ്. വാട്സപ്പിൽ ചെയ്യുമ്പോൾ നമ്മൾ കോഡ് ഫോർമാറ്റിലാണ് റീഡ് ചെയ്യുക. ഓക്കെ, അതായത് നമ്മൾ ഇൻവോയ്സ് അതേപോലെ കോപ്പി എടുത്തിട്ട്, ഇപ്പോൾ നമ്മൾ ഇൻവോയ്സ് അയച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കുന്നത് PDF ആക്കിയിട്ട് സ്കാൻ ചെയ്തിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കണം. അങ്ങനെയല്ല, നമ്മൾ ഇൻവോയ്സ് അടിക്കുമ്പോൾ അതിനെ കോഡ് ഫോർമാറ്റിലേക്ക് ആയിട്ട് എന്ത് ചെയ്യും, സിസ്റ്റം റീഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്നൊക്കെ പറയാം. നമ്മൾ വാട്സപ്പിലൊക്കെ നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ആണ്. നമ്മൾ ഒരിക്കലും അവിടുന്ന് മെസ്സേജ് അതേപോലെയല്ലേ പോകുന്നത്, കോഡാണ് എന്ത് ചെയ്യുന്നത്, ഈ മെസ്സേജ് കൊണ്ടുവന്ന് എന്നിട്ട് അവിടെ ആൾക്ക്, ആ ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ്. ഇതേപോലെ ഈ എൻക്രിപ്ഷൻ യൂസ് അല്ലെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഇൻവോയ്സുകൾ ഈ ഇൻവോയ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഇൻവോയ്സ് ആയിട്ട് മാറും. നമ്മൾ സോഫ്റ്റ്വെയറിൽ അടിക്കുന്ന ഇൻവോയ്സ് ഈ പറഞ്ഞ ഇൻവോയ്സിംഗ് ആയി മാറും. എന്നിട്ട് ഈ ഇൻവോയ്സ് ഡയറക്റ്റ്ലി എന്ത് ചെയ്യും, FTAന്റെ പോർട്ടലിൽ ഈ ഇൻവോയ്സിങ്ങിന്റെ പോർട്ടലിലേക്ക് കയറും. നമ്മൾ ഇന്നലെ FTAന്റെ പോർട്ടൽ നോക്കിയ സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും അവസാനം, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നെയെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ നമുക്ക് അതൊന്നും കൂടി നോക്കാം, കുഴപ്പമൊന്നുമില്ല. ഏറ്റവും അവസാനം ഉണ്ട് എന്ത്, ഈ ഇൻവോയ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാബ്. അവിടെയാണ് ഇതിന്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യുക. അപ്പോൾ അതിനകത്തോട്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഈ ഇൻവോയ്സിംഗ് എൻക്രിപ്റ്റഡ് ഫോർമാറ്റിൽ അവിടെ എത്തും. അവിടെ ഒരാൾ എന്ത് ചെയ്യും, ഇത് ഡീക്രിപ്റ്റ് ചെയ്യും. ഡീക്രിപ്റ്റ് ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി അല്ല കേട്ടോ, സിസ്റ്റം ആണ് ഇതൊക്കെ ചെയ്യുക, ഒക്കെ ഓട്ടോമേറ്റഡ് ആണ്, ഒക്കെ സിസ്റ്റം ആണ് ചെയ്യുക. ഈ എൻക്രിപ്റ്റഡ് ഡാറ്റ ഡീക്രിപ്റ്റ് ചെയ്യും, നമ്മുടെ ഇൻവോയ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യും. ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് QR കോഡ് നിർബന്ധമാണ്. ഈ QR കോഡിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ ഇല്ലേ എന്നുള്ളത് നോക്കും. ഇൻവോയ്സ് ഡേറ്റ് ഇല്ലേ, ഇൻവോയ്സിന്റെ ടൈം, ഇൻവോയ്സ് ഡേറ്റ് ഇല്ലേ, ഇൻവോയ്സ് നമ്പർ ഇല്ലേ, വാറ്റ് എമൗണ്ട് ഇല്ലേ, നമ്മുടെ ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ ഇല്ലേ, ഈ കാര്യങ്ങളൊക്കെ റെഡി അല്ലേ, QR റെഡി അല്ലേ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. ഇതിൽ ഏതെങ്കിലും നമ്മൾ ഇൻവോയ്സ് ഫോർമാറ്റിൽ FTA സജസ്റ്റ് ചെയ്യുന്ന ഇൻവോയ്സ് ഫോർമാറ്റിൽ ഏതെങ്കിലും ഒന്ന് മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത് അതേപോലെ തിരിച്ചെന്ത് ചെയ്യും, ഇങ്ങോട്ട് തിരിച്ചു വരും. അതെന്തായിട്ടില്ല, അതെ അക്സെപ്റ്റ് ചെയ്യാതെ. വൺസ് FTA ഇത് അക്സെപ്റ്റ് ചെയ്തു, ഓക്കെ, നമ്മുടെ ഇൻവോയ്സ് എല്ലാം വെരിഫൈ ചെയ്തിട്ട് എറർ ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ FTA അത് എന്ത് ചെയ്യും, വാലിഡേഷൻ ചെയ്യും. ഓക്കെ, വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ ആണ്, നമ്മൾ ചെയ്ത ഈ പറഞ്ഞ ഇൻവോയ്സിലെല്ലാം കറക്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിഡേഷൻ ചെയ്യും. വാലിഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചെന്ത് ചെയ്യും, വാലിഡേറ്റഡ് മെസ്സേജ് നമുക്ക് തിരിച്ചിങ്ങോട്ട് തന്നെ വരും. ഈ ഇൻവോയ്സ് വാലിഡേറ്റഡ് ആണ്, കറക്റ്റ് ആണെന്നുള്ളത് എന്ത് ചെയ്യും, വരും. അങ്ങനെ കറക്റ്റ് ആണെന്ന് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, FTA വാലിഡേറ്റഡ് ഇൻവോയ്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലയന്റിന് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഇൻവോയ്സ് ചെയ്യുന്നു, ബില്ലടിക്കുന്ന മൊമെന്റിൽ എന്ത് ചെയ്യും, FTAന്റെ വെബ്സൈറ്റിലേക്ക് ഈ ഇൻവോയ്സ് കയറും. FTA ഈ ഇൻവോയ്സിൽ എറർ ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തി വാലിഡേറ്റ് ചെയ്യും. വാലിഡേറ്റ് പറഞ്ഞാൽ സീലും സ്റ്റാമ്പും വെക്കുന്ന പോലെ FTA എന്ത് ചെയ്ത് തരും, ഒരു സ്റ്റാമ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, വാലിഡേറ്റഡ് മെസ്സേജ് നമുക്ക് വരും. ആ വാലിഡേറ്റഡ് ആണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ വാലിഡേറ്റഡ് ഇൻവോയ്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലയന്റിന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇൻവോയ്സിങ് വന്ന കമ്പനിയിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, FTA വാലിഡേറ്റ് ചെയ്യാത്തൊരു ഇൻവോയ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ക്ലയന്റിന് അല്ലെങ്കിൽ നമ്മുടെ റെസിപ്പിയന്റിന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ സപ്ലയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ നമ്മുടെ ഇൻവോയ്സുകളും നമ്മൾ എന്ത് ചെയ്യണം, FTA വാലിഡേറ്റ് ചെയ്തതിന് മാത്രം, വാലിഡേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ നമ്മുടെ ഇൻവോയ്സ് എന്താവും, വാലിഡേറ്റ് ആവും, അല്ലെങ്കിൽ എന്താവും, തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ എററായിട്ട് എന്ത് ചെയ്യും, വരും. എറർ ആണെന്ന് പറഞ്ഞിട്ട് വാലിഡേഷൻ കംപ്ലീറ്റ് ആവാതെ എറർ ആണെന്ന് പറയും. അപ്പോൾ നമ്മൾ ഇൻവോയ്സിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇൻവോയ്സിൽ എന്താണോ മിസ്റ്റേക്ക് നോക്കിയിട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരും. എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ മിസ്സിങ്ങോ എന്തെങ്കിലും ഇൻകറക്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എറർ ആവും. ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ വാലിഡേറ്റ് ചെയ്തിട്ട് വരും. വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവോയ്സ് ചെയ്യാം. എന്നിട്ട് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇൻവോയ്സുകൾ ഈ പറഞ്ഞ പോലെ കയറി കിടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നമുക്ക് സംഭവിക്കുന്നത് വെച്ചാൽ FTAന്റെ കയ്യിൽ എന്തായി, നമ്മൾ ഓൾറെഡി ചെയ്ത ഇൻവോയ്സ് FTAന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ പൊതുവേ നമ്മൾ എന്താ ചെയ്യുക, ഇപ്പോൾ ഈ മാസം ഞാൻ സെയിൽ നടത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്തിൽ ഞാൻ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെയിൽ എമൗണ്ടും വാറ്റ് എമൗണ്ടും നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാണ്, ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷേ ഈ ഇൻവോയ്സിങ് വരുന്ന സമയത്ത് FTAയിൽ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ, സെയിൽസിന്റെ ഡാറ്റ എന്തായി, അല്ലെങ്കിൽ നമ്മുടെ ഇൻവോയ്സിന്റെ ഡാറ്റ ഒക്കെ ആരുടെ കയ്യിൽ ഓൾറെഡി കിട്ടി, FTAന്റെ കയ്യിൽ കിട്ടി. കാരണം നമ്മൾ ഇൻവോയ്സ് അടിക്കുമ്പോൾ ആദ്യം തന്നെ ഇത് FTAന്റെ അടുത്ത് പോയി FTA വാലിഡേറ്റ് ചെയ്തതിന് ശേഷമേ എന്ത് ചെയ്യുള്ളൂ, തിരിച്ചു വരുള്ളൂ. അപ്പോൾ നമ്മൾ ഈ അടിച്ച ഇൻവോയ്സുകളൊക്കെ, ആ ഒരു പെർട്ടിക്കുലർ മന്തിൽ അടിച്ച ഇൻവോയ്സുകളൊക്കെ ഈ ഇൻവോയ്സിംഗ് പോർട്ടലിൽ എന്തുണ്ടാവും, ഓൾറെഡി കയറി കിടക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ വാറ്റിന്റെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത്, സിസ്റ്റം നമ്മൾ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് പിന്നെ ചെയ്യേണ്ടത് മാച്ചിങ് ആണ്. മാച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവോയ്സിങ്ങിന്റെ പോർട്ടലിൽ കിടക്കുന്ന ഇൻവോയ്സുകളും
നമ്മൾ ആ ഒരു മന്തിലെ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഇൻവോയ്സും തമ്മിൽ മാച്ച് ചെയ്ത് നോക്കണം. ഏതെങ്കിലും ഒരു ഇൻവോയ്സിൽ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവും, നമ്മുടെ വാറ്റ് റിട്ടേൺ എറർ ആവും, നമുക്ക് അതിന്റെ പേരിൽ പെനാൽറ്റീസ് വരും, ഇഷ്യൂസ് വരും. അപ്പോൾ ഈ ഇൻവോയ്സിങ് വരുന്നതോടുകൂടി നമ്മുടെ ഇൻവോയ്സ് ഓൾറെഡി FTA കയ്യിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, FTA കയ്യിലുള്ള ഇൻവോയ്സ് തന്നെയല്ലേ നമ്മൾ വാറ്റിന്റെ റിട്ടേണിലും ഡിക്ലെയർ ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തൽ നിർബന്ധമാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ഇനി ഒരു എക്സ്ട്രാ വർക്കും കൂടി വരും. എന്താ എക്സ്ട്രാ വർക്ക്? ഇൻവോയ്സിങ്ങിന്റെ പോർട്ടലിൽ നമ്മൾ ഇതുവരെ ഈ ഒരു മന്തിൽ ചെയ്ത ഇൻവോയ്സുകളൊക്കെ തന്നെയല്ലേ ഈ മാസത്തെ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ഇതന്നെയല്ലേ കറക്റ്റ് അല്ലേ എന്നുള്ളത് മാച്ച് ചെയ്ത് നോക്കൽ നിർബന്ധമായിട്ടും നമുക്ക് വരും. ഓക്കെ ഓക്കെ സോ അതാണ് എന്ത് വരിക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 സ്റ്റെപ്പുകളാണ് നമുക്ക് പ്രധാനമായിട്ടും ഉണ്ടാവുക. ഈ ഇൻവോയ്സിംഗിൽ പ്രധാനമായിട്ടും ഈ 3 സ്റ്റെപ്പുകളാണ് വരിക. ഓക്കെ, ഇനി സർ, ഈ ഇൻവോയ്സിന് എന്തെങ്കിലും എമൗണ്ട് ലിമിറ്റോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നമ്മളെ വാറ്റിന്റെ അതേ ലിമിറ്റ് തന്നെ, വാറ്റിന്റെ ടേൺ അതായത് ഓവർ നമ്മൾ 3.75 അതേ റെഗുലേഷൻ തന്നെ. അതല്ല, ഒരു ഇൻവോയ്സ് ഇത്ര എമൗണ്ട് ക്രോസ് ചെയ്താൽ മാത്രമേ ഇല്ല ഇൻവോയ്സ് ഇല്ല എടുത്താൽ മതി അങ്ങനെ? ഇല്ല 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 B2B സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാത്തിനും ഇൻവോയ്സിങ് എടുക്കണം. B2B ഒരു സപ്ലൈ തവണ നമ്മൾ ഈ ഇൻവോയ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ? എഡിറ്റ് ചെയ്യാം, മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം, ഓക്കെ. കുഴപ്പമില്ല. അതിന് ടൈം ഉണ്ടോ എഡിറ്റ് ചെയ്യാൻ? എത്ര സമയം? നിലവിൽ അങ്ങനെ ടൈം ഒന്നും വന്നിട്ടില്ല. ഇൻവോയ്സ് ചെയ്യുന്നതിന് നമ്മൾ വാറ്റ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ, അത് വാറ്റിൽ ഇപ്പോൾ ഡിക്ലറേഷൻ ചെയ്യുന്നതിന് മുന്നേ ഇൻവോയ്സിംഗിൽ ആ എഡിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഈ പറഞ്ഞ സ്റ്റെപ്പുകളാണ് ഇനി നടക്കാൻ പോകുന്ന കേസുകൾ. അപ്പൊ അതിൽ 2-3 ഇന്റഗ്രേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ നോക്കേണ്ടത്. ഒന്ന് ഞാനിപ്പോൾ പറഞ്ഞ കേസ് തന്നെ, ഇനി നമ്മൾ കമ്പനിയിൽ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇൻവോയ്സിന്റെ സ്ട്രക്ചർ കറക്റ്റ് ഇല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, ആ പറഞ്ഞ ഫീൽഡുകളൊക്കെ ഇല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തലാണ് ഒരു ജോലി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി അതാണ്. ഇൻവോയ്സിൽ നിർബന്ധമായിട്ടും FTA പറഞ്ഞ ഫോർമാറ്റിലല്ലേ നമ്മുടെ ഇൻവോയ്സ് എന്നുള്ളത് ഉറപ്പുവരുത്തൽ നിർബന്ധമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻവോയ്സിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ ഇൻവോയ്സും വാലിഡേറ്റ് ചെയ്തിട്ട് എററായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻവോയ്സ് കൊടുക്കാൻ പറ്റില്ല. വാലിഡേറ്റഡ് അല്ലാത്ത ഇൻവോയ്സുകൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇൻവോയ്സ് സ്ട്രക്ചർ കറക്റ്റ് ആക്കുക, FTA സജസ്റ്റ് ചെയ്ത ഫോർമാറ്റിൽ തന്നെയല്ലേ ഇൻവോയ്സ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. രണ്ടാമത്തത് ചെയ്യേണ്ടത്, ഇന്റഗ്രേഷനിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സാൻഡ് ബോക്സ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യും. സാൻഡ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ് ഈ പറഞ്ഞ FTA ഒരു റെഗുലേഷൻ, അതായത് FTA മാത്രമല്ല, ഈവൻ സക്കൻ്റെ ആണെന്നുണ്ടെങ്കിലും സൗദിൻ്റെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഇൻവോയ്സിംഗിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ സിസ്റ്റം ഇതിന് റെഡി ആണെന്ന് ഉറപ്പുവരുത്തുന്നത് FTA സാൻഡ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ടെസ്റ്റിങ്ങിലൂടെയാണ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സൈറ്റും നമ്മുടെ സോഫ്റ്റ്വെയറും തമ്മിൽ ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റത്തെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയറിനെ FTA എന്ത് ചെയ്യും, സാൻഡ് ബോക്സ് ടെസ്റ്റിംഗ് ആണ് നടത്തുക. സാൻഡ് ബോക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിനകത്ത് ഈ പറഞ്ഞ ഈ ഇൻവോയ്സിങ്ങിന് വേണ്ട, അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയറിനകത്ത് ഈ ഇൻവോയ്സിങ്ങിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് എന്നുള്ളത് അവർ ഉറപ്പുവരുത്തുന്നതാണ് എന്ത്, സാൻഡ് ബോക്സ് ടെസ്റ്റിംഗ്. അപ്പൊ FTA സാൻഡ് ബോക്സ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, സ്വമേധയാ നമ്മുടെ ഈ സാൻഡ് ബോക്സ് ടെസ്റ്റ് ഒന്ന് ചെയ്തു നോക്കണം. സാൻഡ് ബോക്സ് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ സിസ്റ്റത്തിനകത്ത് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ റെഡി അല്ലേ, അതായത് FTA വാറ്റിന്റെ ഈ ആവശ്യത്തിന് ഈ ഇൻവോയ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള കംപ്ലൈൻസ്, അത് പൊതുവേ ഞാൻ ഈ പറഞ്ഞില്ലേ, ഈ എൻക്രിപ്ഷൻ ഉണ്ടോ, അതുപോലെ XML ഫോർമാറ്റ് വർക്കിംഗ് ആണോ, JSON വർക്കിംഗ് ആണോ, ഇതൊക്കെയാണ് അതിൽ ചെക്ക് ചെയ്യുക. നമ്മൾ ഈ ഇൻവോയ്സിങ് ആക്കണം എന്നില്ല, അതായത് ഒരു ഇൻവോയ്സ് നമ്മൾ ഫിസിക്കൽ ഫോർമാറ്റിൽ നിന്ന് ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റിയല്ലേ, അപ്പൊ അതിന് വേണ്ട റെഡി ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജോലി ഒന്ന് ഇൻവോയ്സിന്റെ സ്ട്രക്ചർ നോക്കുക, അതുപോലെ ഈ സാൻഡ് ബോക്സ് ടെസ്റ്റിംഗ് റെഡി അല്ലേ എന്നുള്ളത് നോക്കുക, കറക്റ്റ് അല്ലേ എന്നുള്ളത്. മൂന്നാമത്തെ നമ്മൾ ചെയ്യേണ്ടത് ഇൻവോയ്സിങ്ങിന്റെ ടെസ്റ്റ് റൺ ആണ്. ഓക്കെ, ടെസ്റ്റ് റൺ എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാവരും ഇനി ഇൻവോയ്സിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ടെസ്റ്റ് റൺ നടത്തി വെക്കും. ടെസ്റ്റ് റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് ഇൻവോയ്സ് ചെയ്യുക. അതിനും സൗദിയിലൊക്കെ ഒരു സെപ്പറേറ്റ് പോർട്ടൽ തന്നെ ഉണ്ടായിരുന്നു. ടെസ്റ്റ് റൺ നടത്താൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് പോർട്ടൽ തന്നെ തരും. നോർമലി ഇൻവോയ്സിങ്ങിന്റെ പോർട്ടലിന് പുറമെ ഒരു സെപ്പറേറ്റ് പോർട്ടൽ തരും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെസ്റ്റ് ആയിട്ട് ഇൻവോയ്സിങ് പരീക്ഷിച്ച് നോക്കാം. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇൻവോയ്സിങ് ഒന്ന് ജസ്റ്റ് അടിച്ചു നോക്കാം. എന്നിട്ട് നമ്മുടെ ഇൻവോയ്സിങ്ങിൽ കറക്റ്റ് അല്ലേ, വാലിഡേഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് കറക്റ്റ് വരുന്നില്ല എന്നുള്ളതൊക്കെ നമുക്ക് ഉറപ്പ് വരുത്താൻ ഒരു ടെസ്റ്റ് റണ്ണിന്റെ
ഒരു ടെസ്റ്റ് റണ്ണിന്റെ സ്റ്റേജ് നമുക്ക് തരും. ഇതേ സാധനം ഇനി എന്തുണ്ട്, യു എയിലും വരാൻ പോകുന്നുണ്ട്. ടെസ്റ്റ് റണ്ണിങ്ങിന്റെ ഒരു സ്റ്റേജ് ഉണ്ടാവും. അതായത് നമുക്ക് നമ്മുടെ കമ്പനീൻ്റെ ഇൻവോയ്സിങ് കറക്റ്റ് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഇൻവോയ്സിങ് ചെയ്ത് കഴിഞ്ഞാൽ വാലിഡേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ലേ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് റണ്ണ് നടത്തി നോക്കണം. ഇതുവരെ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ഇൻവോയ്സിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഈ കേസും കൂടി എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഈ 3 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഇൻവോയ്സിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ ഉറപ്പുവരുത്തണം. ഈ ഇൻവോയ്സിന്റെ സ്ട്രക്ചർ, അതുപോലെ നമ്മുടെ സിസ്റ്റം റെഡി അല്ലേ എന്നുള്ളത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ടെസ്റ്റ് റൺ നടത്തി വെക്കുക. നമ്മുടെ ഏതെങ്കിലും ഒരു ഇൻവോയ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ഇൻവോയ്സിങ്ങിലേക്ക് കൊടുക്കുക. വാലിഡേഷൻ ഇങ്ങോട്ട് തിരിച്ച് റിസീവ് ചെയ്യുന്നില്ലേ, എറർ ഒന്നും ഇല്ലല്ലോ എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമ്മൾ എന്തിലേക്ക് പോകാൻ പാടുള്ളൂ, ഇന്റഗ്രേഷൻ ഫേസിലേക്ക് പോകാൻ പാടുള്ളൂ. ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ സിസ്റ്റം ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഇന്റഗ്രേഷനിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഈ 3 കാര്യങ്ങളും റെഡിയാക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഇൻവോയ്സിങ്, അല്ലെങ്കിൽ ഇതാണ് ഈ ഇൻവോയ്സിങ്ങിന്റെ ബേസിക് കാര്യങ്ങൾ. ഇതാണ് ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, യു എയിൽ ഇനി അങ്ങോട്ട് 2026 ചെയ്യാൻ പോകുന്ന ഒരു വാറ്റിലെ ഒരു മേജർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ്. വാറ്റിൽ ഇനി അങ്ങോട്ട് ഐ തിങ്ക് ജൂലൈ 2026 കൂടിയാണ് ഇത് ഫുള്ളി ഫംഗ്ഷൻ ആയിട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, 2022-23 ഇതിന്റെ ഇനീഷ്യൽ അല്ലെങ്കിൽ ഫേസ് 1ഉം 2 ഒക്കെ കടന്നുപോയി. ഇനി കംപ്ലീറ്റ് ഫേസ് ജൂലൈ 2026 കൂടിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വർഷം നമുക്ക് ഉണ്ടാവുന്ന ഒരു മേജർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഇൻവോയ്സിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. എസ്പെഷ്യലി വാറ്റിൽ, കോർപ്പറേറ്റ് ടാക്സിലോ അല്ലെങ്കിൽ മറ്റു ടാക്സേഷനിലോ ഒന്നുമല്ല, വാറ്റിൽ ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഇൻവോയ്സിങ് ആണ്. ഇനി നമ്മൾ ഈ ഇൻവോയ്സിങ് ചെയ്തില്ല എന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ ഈ ഇൻവോയ്സിങ് നടത്തിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മളെ കമ്പനി ഇൻവോയ്സിങ്ങിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഇൻവോയ്സിങ്ങിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കേസ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എന്ത് ചെയ്യില്ല, ഇൻവോയ്സ് തന്നെ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് കേസ് നമുക്ക് ഇൻവോയ്സ് തന്നെ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, FTA വാലിഡേറ്റ് ചെയ്ത് ഇൻവോയ്സുകൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബില്ല് തന്നെ കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇൻവോയ്സ് തന്നെ കൊടുക്കാനുള്ള ഓപ്ഷൻ ആദ്യം അവിടെ തന്നെ എന്തായി, റിജക്റ്റ് ആയി. രണ്ടാമത് ഈ ബില്ല് കൊടുക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വാറ്റിന്റെ റിട്ടേണിലും ഈ സാധനം കാണിക്കാൻ പറ്റില്ല. അപ്പോൾ വാറ്റിന്റെ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല. വാറ്റിന്റെ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ടും അതോടൊപ്പം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ചെയിനാണ് ആക്ച്വലി. ഈ ഇൻവോയ്സിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ തൊട്ട് ഇൻവോയ്സ് കട്ടാവും. ഇൻവോയ്സ് കട്ടായി കഴിഞ്ഞാൽ നമ്മൾ വാറ്റ് റിട്ടേൺ കട്ടാവും. വാറ്റ് റിട്ടേൺ കട്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് എടുക്കലുകൾ കട്ടാവും. അപ്പോൾ അതിൻ്റെ ഒക്കെ ഫൈൻ എന്താകും, ഒരുമിച്ച് എന്ത് ചെയ്യും, കയറി വരിക ചെയ്യുക. അപ്പോൾ ആക്ച്വലി ഇത് ഓരോടത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാത്തിനും എന്ത് ചെയ്യും, ബാധിക്കും. അപ്പോൾ അതാണ്, അല്ലാതെ ഈ ഇൻവോയ്സിങ്ങുമായി ബന്ധപ്പെട്ടൊരു സ്പെഷ്യൽ കേസ് അല്ലെങ്കിൽ ഒരു പ്രത്യേക പെനാൽറ്റി അല്ല ഉള്ളത്. ഓരോ സ്റ്റെപ്പും ക്ലോസ് ആവുക ചെയ്യുക. ഇൻവോയ്സിന് ചെയ്തില്ലെങ്കിൽ ഇൻവോയ്സ് ചെയ്യാൻ പറ്റില്ല, ഇൻവോയ്സ് ചെയ്തില്ലെങ്കിൽ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല, വാറ്റ് റിട്ടേൺ ഇല്ലെങ്കിൽ ഇത് അങ്ങനെ ചെയിൻ ആയിട്ടാണ് ചെയ്യുക. അല്ലാതെ ഇൻവോയ്സിംഗിലേക്ക് ഡയറക്റ്റ് എന്തല്ല ഒരു പെനാൽറ്റിയോ അല്ലെങ്കിൽ ഒരു ഫൈനോ ഇമ്പോസിഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ കേസല്ല വരിക. ഓക്കെ, ഇനി എന്തിനാണ് ഈ ഇൻവോയ്സിങ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഓഫ് കോഴ്സ് FTA ടാക്സിന്റെ കംപ്ലൈൻസ് ഒന്നും കൂടി ഹെൽപ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്കറിയാലോ, ബിസിനസ്സിന് എന്ത് ചെയ്യും, FTAക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ കയ്യിൽ റെഗുലർ ടൈമിൽ റിയൽ ടൈമിൽ ഇൻവോയ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് ഇനി ഒരുപാട് ആൾക്കാർ തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഒഴിവാക്കുന്ന പരിപാടി എന്ത് ചെയ്യില്ല, പോസിബിൾ അല്ല. കാരണം റിയൽ ടൈമിൽ അവരുടെ കയ്യിൽ എന്ത് ചെയ്യാണ്, ഇൻവോയ്സ് കിട്ടുകയാണ്. അപ്പോൾ റെഗുലേഷൻ കുറച്ചും കൂടി എന്തായി, ഈസിയായി. ട്രാൻസാക്ഷൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, FTA ട്രാക്ക് ചെയ്യും. അപ്പോൾ ഇൻവോയ്സ് ഒഴിവാക്കിയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തത് ഈ പറഞ്ഞ പോലെ തന്നെ വാറ്റിന്റെ റിട്ടേൺ കുറച്ചും കൂടി ഫാസ്റ്റ് ആവും. വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ഇനി പഴയ പോലെ നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് നോക്കിയിട്ട് സെയിൽസ് ഏതാന്നുള്ളത് കണ്ടുപിടിക്കൊന്നും വേണ്ട. നമ്മൾ ഓഫ് കോഴ്സ് അത് ചെയ്യണം, കാരണം നമ്മുടേതും ഈ ഇൻവോയ്സും തമ്മിൽ കറക്റ്റ് അല്ലേ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മാച്ച് ചെയ്ത് നോക്കണം. ബട്ട് സ്റ്റിൽ അതെന്തായിരിക്കും, കുറച്ചും കൂടി ഈസി ആയിരിക്കും, കുറച്ചും കൂടി പെട്ടെന്ന് നടക്കും. കാരണം എന്താ, ഒരുവിധ എല്ലാ സെയിൽസിന്റെ റിപ്പോർട്ടും അല്ലെങ്കിൽ സെയിൽസിന്റെ ഡാറ്റ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ഇൻവോയ്സിന്റെ പോർട്ടലിൽ കയറിയിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, ചെക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയാൽ മതി. അത് തന്നെയല്ലേ വാറ്റ് റിട്ടേണിലും വന്നിട്ടുള്ളതെന്ന് എന്ത് ചെയ്താൽ മതി, ഉറപ്പ് വരുത്തിയാൽ മതി. പഴയ പോലെ നമ്മൾ എന്ത് ചെയ്യേണ്ട, അത് ഫസ്റ്റ് നിന്ന് എത്രയാണ് എമൗണ്ട്, ഏതാണ് എമൗണ്ട്, ഏതാ സെയിൽസ് എമൗണ്ട്, അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഈ സാധനം തന്നെയല്ല അവിടെ ഉള്ളത് എന്നുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഉറപ്പ് വരുത്തിയാൽ മതി. അപ്പോൾ കുറച്ചും കൂടി സ്പീഡായിട്ട് എന്തായി, വാറ്റിന്റെ റിട്ടേൺ ഫയലിങ്ങും കാര്യങ്ങളൊക്കെ പോയി. അതുപോലെ തന്നെ നമ്മൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഫ്രോഡൊക്കെ കുറയും. ഫ്രോഡ് ചെയ്യാൻ പറ്റൂലല്ലോ, കാരണം ഇൻവോയ്സ് ഓൾറെഡി FTA കയ്യിൽ കിട്ടുന്നതോടുകൂടി ഫ്രോഡ് ചെയ്യുന്നതും കുറച്ചൊക്കെ ഒരു പരിധി വരെ എന്ത് ചെയ്യും, കുറയും. ബട്ട് സ്റ്റിൽ അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. AML, ആന്റി മണി ലോണ്ടറിങ്, അതിന് എതിരെ ഓപ്പോസിറ്റ് വേറെ റൂൾസുകളുണ്ട്. മണി ലോണ്ടറിങ്ങിലൂടെ ഒക്കെ ഫ്രോഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ബട്ട് ഒരു പരിധി വരെ എന്താവും, ഈ ഇൻവോയ്സിങ് വരുന്നതോടുകൂടി ഈ പറഞ്ഞ ഫ്രോഡ് അല്ലെങ്കിൽ റെഗുലേഷൻ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആവും. ഇൻവോയ്സിന്റെ കാര്യത്തിൽ കുറച്ചും കൂടി സ്ട്രിക്ട്ലി ആയിട്ടായിരിക്കും നടക്കുക. ഓക്കെ,
സോ അതാണ് ഈ ഇൻവോയ്സിങ്ങുമായി ബന്ധപ്പെട്ട കാര്യം. ഇനി നമുക്ക് അതിൻ്റെ വെബ്സൈറ്റിനകത്തുള്ള കാര്യമാണ്, FTA സൈറ്റിനകത്തുള്ള എന്താണ് അതിൻ്റെ അപ്ഡേഷൻ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ബാക്കി ഇൻവോയ്സിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2-3 പരിപാടികളാണ് വരിക. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങളുടെ സോഫ്റ്റ്വെയറിനകത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റം ഒക്കെ എത്തിയിട്ടില്ല എന്നുള്ളത്. ഫ്രീസ് ഓൺലി ഇൻവോയ്സിങ്ങിന് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഇല്ല. ആക്ച്വലി ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഇൻവോയ്സിങ് ഫ്രീ സോൺ ആണെന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് ഇൻവോയ്സിങ്ങിന് ഡിഫറൻസ് ഒന്നും കണ്ടിട്ടില്ല. ഓക്കെ, പിന്നെ ഓക്കെ, സോ ഓക്കെ, സോ അതാണ് ഇൻവോയ്സിങ്ങിന്റെ സ്റ്റെപ്പ്. ഇൻവോയ്സിങ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സൈറ്റിൽ കയറിയിട്ട് നമുക്ക് നാളെ ഒന്ന് നോക്കാം എന്തൊക്കെയാണ് അതിൽ ഇപ്പം എന്തൊക്കെ എവിടേക്ക് എത്തിയിട്ടുണ്ട് അപ്ഡേഷൻ എന്നുള്ളത് നമുക്ക് നാളെ ജസ്റ്റ് ഒന്ന് സൈറ്റിൽ കയറിയിട്ട് നോക്കാം. ഓക്കെ, സോ അതോടുകൂടി നമ്മുടെ മേജർ പോർഷൻസ് വാറ്റിലുള്ള എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധം എല്ലാ പരിപാടികളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോട്ടീസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ റിപ്ലൈ കൊടുക്കുക എന്നുള്ള കേസാണ് ഒന്ന് പറയാനുള്ളത്. ബാക്ക് ഡേറ്റ് ഇൻവോയ്സ് പോസിബിൾ ആണോ? ബാക്ക് ഡേറ്റ് ഇൻവോയ്സ് പോസിബിൾ ആണോ വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻവോയ്സിംഗിൽ പോസിബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻവോയ്സ് നമ്മൾ ഓൾറെഡി അടിച്ച ഇൻവോയ്സ് അടിച്ചിട്ടുണ്ടെന്നില്ല അത് എന്ത് ചെയ്യേണ്ടി വരും, റിവേഴ്സ് ചെയ്യേണ്ടി വരും. അല്ലാതെ ബാക്ക് ഡേറ്റ് അടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഡേറ്റ് ഇൻവോയ്സ് ബാക്ക് ഡേറ്റ് ഇൻവോയ്സ് പോസിബിൾ ആണ്, മനസ്സിലാവായൊന്നുമില്ല. ഓക്കെ, ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഈ ഒരു പറഞ്ഞ കാര്യങ്ങളാണ്. സോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ പറഞ്ഞ പോലെ ഓഡിറ്റ് വരുന്ന കേസിൽ അല്ലെങ്കിൽ FTA ഫ്ലാഗ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ചില നമ്മുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ FTA കണ്ടു കഴിഞ്ഞാൽ ഫ്ലാഗ് ചെയ്യും. ഇപ്പോൾ ആൾ ചോദിച്ച പോലെ ബാക്ക് ഡേറ്റ് ഇൻവോയ്സ് പോസിബിൾ ആണോ ചോദിച്ചാൽ ബാക്ക് ഡേറ്റ് ഇൻവോയ്സ് പോസിബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബാക്ക് ഡേറ്റ് ഇൻവോയ്സ് ചെയ്യാം. പക്ഷെ നമ്മൾ റെഗുലർലി ബാക്ക് ഡേറ്റ് ചെയ്യുന്ന ആളാണ്, ബാക്ക് ഡേറ്റ് ഇൻവോയ്സുകൾ അടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത്തരം ട്രാൻസാക്ഷൻസ് ഒക്കെ FTA നമ്മൾ ഫ്ലാഗ്ഡ് ഡേറ്റിലാണ് കൊടുക്കുക. ഐ മീൻ ഫ്ലാഗ്ഡ് ആക്കിയിട്ട് വെക്കും. നമ്മുടെ ഒരു ക്ലയന്റിന് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു പാർട്ടി സ്ഥിരമായിട്ട് ഈ ഇൻവോയ്സ് അല്ലെങ്കിൽ ഇൻവോയ്സുകൾ ബാക്ക് ഡേറ്റിൽ അടിക്കുന്നുണ്ട്. പഴയ പോലെയല്ല, പഴയതാവുമ്പോൾ നമുക്ക് ബാക്ക് ഡേറ്റ് അടിച്ചു കഴിഞ്ഞാലും FTA അറിയില്ല. ഇനിയിപ്പോൾ ഈ ഇൻവോയ്സിങ് വരുന്നതോടുകൂടി നമ്മൾ ബാക്ക് ഡേറ്റ് അടിക്കുന്നത് ആക്ച്വൽ ട്രാൻസാക്ഷൻ ഡേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഏകദേശം മനസ്സിലാവും. അപ്പോൾ അത്തരത്തിലുള്ള ട്രാൻസാക്ഷനൊക്കെ എന്ത് ചെയ്യും, FTA നമ്മൾ ഫ്ലാഗ് ചെയ്യും. ഫ്ലാഗ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നോട്ടപ്പുള്ളിയാണെന്ന പോലെ എന്ത് ചെയ്യും, ഫ്ലാഗ് ചെയ്യും. അപ്പോൾ പല കാര്യങ്ങൾക്കും ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലാഗ് ചെയ്യുന്നുണ്ട് FTA. ആ ഫ്ലാഗിങ്ങിന്റെ ബേസിലാണ് നമുക്ക് എന്ത് വരിക, നോട്ടീസും കാര്യങ്ങളൊക്കെ വരിക. ഒരു സഡൻ ഒരു ഡേയിൽ നമുക്ക് പെട്ടെന്ന് വന്നിട്ട് നോട്ടീസ് വരികയല്ല ചെയ്യുക. നമ്മൾ FTA എന്ത് ചെയ്യുന്നുണ്ടാവും, ഫ്ലാഗ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളായിട്ട് നമ്മുടെ വാറ്റിന്റെ റിട്ടേൺ നമ്മൾ എന്നും ഡ്യൂ ഡേറ്റ് തെറ്റിയിട്ടാണ് ഫയൽ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. കുറേ ഒരു 1 or ഒരു 6 to month ആയിട്ട് അല്ലെങ്കിൽ ഒരു 1 year-ഓളായിട്ട് നമ്മൾ വാറ്റ് റിട്ടേൺ എന്നും ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, FTA ഫ്ലാഗ്ഡ് ചെയ്തിട്ടുണ്ടാവും. ഫ്ലാഗ് ചെയ്യുകയാണെങ്കിൽ FTA നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, വാച്ച് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്ലാഗ്ഡ് പൊട്ടൻഷ്യൽ ഓഡിറ്റിന് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ആളാണ് FTA കണ്ണിൽ. അപ്പോൾ ഈ രീതിയിൽ കുറേ കാര്യങ്ങൾക്ക് FTA എന്ത് ചെയ്യും, നമ്മുടെ ഫ്ലാഗ് ചെയ്യും. ആദ്യം ഒരു ഓഡിറ്റിലേക്ക് പോകുന്നതിന് മുന്നത്തെ കേസാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് അത് തന്നെയാണ്. FTA എങ്ങനെയാണ് ഓഡിറ്റിലേക്ക് പോകുക എന്ന് പറയുന്നത്. FTA ഓഡിറ്റിലേക്ക് പോകുന്ന ആദ്യത്തെ സിറ്റുവേഷൻ FTA നമ്മളെ ഫ്ലാഗ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ FTA റൂൾസിന് ബ്രേക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സ്ഥിരമായി ചെയ്തു പോരുന്നതായിട്ട് FTAക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ FTA എന്ത് ചെയ്യും, ഫ്ലാഗ്ഡ് ആൾക്കാരിൽ അല്ലെങ്കിൽ ഫ്ലാഗ്ഡ് പാർട്ടീസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ വരും. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻവോയ്സിന്റെ ബാക്ക് ഡേറ്റ് അടിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സ്ഥിരമായി നമ്മൾ വാറ്റ് റിട്ടേൺ ഡ്യൂ ഡേറ്റ് തെറ്റിച്ചാണ് ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വോളണ്ടറി ഡിസ്ക്ലോഷർ ഫയൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വോളണ്ടറി ഡിസ്ക്ലോഷർ നമ്മൾ എറർ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീട് ചെയ്യുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വോളണ്ടറി ഡിസ്ക്ലോഷർ ഫയൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വോളണ്ടറി ഡിസ്ക്ലോഷർ ഫയൽ ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, നമ്മുടെ വാറ്റ് റിട്ടേണിൽ ഇടയ്ക്കിടയ്ക്ക് തെറ്റ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒരുപാട് വരികയാണെങ്കിൽ FTA എന്ത് ചെയ്യും, നമ്മൾ അവിടെയും ഫ്ലാഗ് ചെയ്യും.
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ റെഗുലർലി കംപ്ലൈൻസിൽ കൃത്യമായിട്ട് പാലിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ റെഗുലർലി മിസ്റ്റേക്ക് വരുന്ന ഒരാളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ FT എന്ത് ചെയ്യും, നമ്മുടെ ഫ്ലാഗ്ഡ് കണ്ടീഷൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആദ്യത്തെ സ്റ്റെപ്പ്, ഓഡിറ്റ് വരാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്, നമ്മൾ ഫ്ലാഗ്ഡ് ആവുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ്, സെക്കൻഡ്, ഓക്കെ. സോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ റിസ്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൽ ഇറഗുലാരിറ്റീസ് കണ്ടു കഴിഞ്ഞാൽ, ഇൻകൺസിസ്റ്റൻസീസ്, മിസ്മാച്ച് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഫ്ലാഗ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുക, ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുക. അപ്പോൾ അതിൽ ഇനി വരാൻ പോകുന്ന ഇൻവോയ്സിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇൻവോയ്സിങ്ങിലും നമ്മുടെ വാറ്റിൻ്റെ റിപ്പോർട്ടിലും ഡിഫറൻസസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലാഗ്ഡ് ആവാനുള്ള സ്റ്റേജ് വളരെ കൂടുതലാണ്. നമ്മുടെ ഇൻവോയ്സിംഗിൽ ഇപ്പോൾ ഇൻവോയ്സിംഗ് പ്രകാരം ഒരു മാസത്തെ നമ്മുടെ സെയിൽസ് 10,000 ദിർഹംസ് ആയിരുന്നു. പക്ഷെ നമ്മൾ വാറ്റ് റിട്ടേണിൽ 5,000 ദിർഹംസ് ആണ് കാണിച്ചതെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് എന്ത് ചെയ്യും, ഫ്ലാഗ്ഡ് സിറ്റുവേഷനിലേക്ക് പോകും. കാരണം ഈ ഇൻവോയ്സിങ് കുറച്ചും കൂടി FT ഒക്കെ അറിയാം, ഒരാൾ ഈ ഇൻവോയ്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സെയിൽസ് ഒക്കെ സംഭവിച്ചതായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ വാറ്റ് റിട്ടേണിലെ എമൗണ്ട് കുറച്ച് കാണിക്കുകയാണെന്നുള്ളത് ആ ഒരു കൺഫ്യൂഷൻ അവരെ സൈഡിൽ വരും. അപ്പോൾ അവർ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ഫ്ലാഗ്ഡ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇൻവോയ്സിംഗിൽ വരുന്ന സമയത്ത് നമ്മൾ ഈ ഫ്ലാഗ് ആവാനുള്ള സാധ്യത കുറച്ചും കൂടി കൂടുതലാണ്, അൺയൂഷ്വൽ ആയിട്ടുള്ള ഈ കേസുകൾ വരുമ്പോൾ. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യും. ഒന്ന്, നമ്മളെ പാറ്റേൺ ചെക്ക് ചെയ്യും, നമ്മൾ എങ്ങനെയാണ് വാറ്റ് ഫയൽ ചെയ്യുന്നതിൻ്റെ പാറ്റേൺ. ഇപ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് എന്നും വാറ്റിൻ്റെ റീഫണ്ട് കിട്ടുന്ന ഒരാളാണ്, എന്നും വാറ്റ് റീഫണ്ട് കിട്ടുന്ന ഒരു ക്ലയൻ്റ് ആണ്. നമുക്ക് പെട്ടെന്ന് ചില മന്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വാറ്റ് റീഫണ്ട് മാറിയിട്ട് നേരെ എന്തായി, നല്ലൊരു എമൗണ്ട് ഔട്ട്പുട്ട് വന്നു. അല്ലെങ്കിൽ സ്ഥിരമായി നമ്മൾ FTയിലേക്ക് അങ്ങോട്ട് വാറ്റ് ഔട്ട്പുട്ടായിട്ട് പേ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, സ്ഥിരമായിട്ട് 10,000 ദിർഹംസ് വാറ്റ് അങ്ങോട്ട് അടക്കുന്ന ആളാണ്. പക്ഷെ പെട്ടെന്ന് എന്തായി, ഒരു 2 മാസം 3 മാസത്തിന് ശേഷം നമ്മൾ ഒരു 10,000 ദിർഹംസ് അടച്ചുകൊണ്ടിരുന്ന നമ്മളെന്തായി, ഒരു മാസത്തെ വാറ്റ് റിട്ടേണിൽ നമ്മളൊരു 1,00,000 ദിർഹംസ് റിട്ടേൺ ആയിട്ട് ഇങ്ങോട്ട് ക്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ആ പാറ്റേൺ എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. സ്ഥിരമായി അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെയ്തുകൊണ്ടിരുന്ന പാറ്റേൺ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഇൻവോയ്സിങ്ങിന്റെ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ, ഇവിടെയൊക്കെ എന്ത് വരും, നമ്മളെ ഈ പറഞ്ഞ പോലെ എപ്പോഴും നമ്മുടെ മേലിൽ FTന്റെ ഒരു കണ്ണുണ്ടാവും. ആ കണ്ണാണ് എന്ത്, ഫ്ലാഗിങ് ആണ് ആദ്യം വരിക. ഫ്ലാഗിങ് വന്നതിന് ശേഷം എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ഓഡിറ്റിലേക്ക് വരുള്ളൂ. അപ്പോൾ ആദ്യം FT എന്ത് ചെയ്യും, നിങ്ങളെ ഫ്ലാഗ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കമ്പനി ഫ്ലാഗ്ഡ് ആണോ ഇല്ലെന്നുള്ള ഇപ്പോൾ അറിയില്ല. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ട ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറഗുലാരിറ്റീസ് ഒഴിവാക്കുക. കഴിവതും ഈ പറഞ്ഞ ഇറഗുലാരിറ്റീസിലൊന്നും പെടാതെ പോയി കഴിഞ്ഞാൽ ഫ്ലാഗ് ചെയ്യാതെ അങ്ങനെ പോകും. ഫ്ലാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ കംപ്ലൈൻസിന്റെ ഹിസ്റ്ററിയെ ചെക്ക് ചെയ്യുക. അതായത് അവരെന്ത് ചെയ്യും, നിങ്ങളുടെ പാസ്റ്റ് ഓഡിറ്റ് ഏതെങ്കിലും ഇതിന് മുന്നേ നിങ്ങൾ ഓഡിറ്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഓഡിറ്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിന് മുന്നേ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കേസുകൾ, വേറെ ഏതെങ്കിലും ഓഡിറ്റ് നടന്നിട്ടുണ്ടോ, നിങ്ങളുടെ കമ്പനിയിൽ എന്തെങ്കിലും ആന്റി മണി ലോണ്ടറിങ് കേസ് നടന്നിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നിങ്ങളുടെ ഹിസ്റ്ററി കംപ്ലീറ്റ് എന്ത് ചെയ്യും, അവർ ചെക്ക് ചെയ്യും. മൂന്നാമത് ചെക്ക് ചെയ്യുക അവർ, നിങ്ങളുടെ കമ്പനീൻ്റെ ഉള്ളിൽ തന്നെ ഏതെങ്കിലും വിസിൽ ബ്ലോവേഴ്സ് ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യുക. വിസിൽ ബ്ലോവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചില കമ്പനികൾ കണ്ടിട്ടില്ല, അവരുടെ തന്നെ ഉള്ളിലുള്ള ഡാറ്റ അവരുടെ എംപ്ലോയീസോ അല്ലെങ്കിൽ വലിയ മാനേജേഴ്സൊക്കെ എന്ത് ചെയ്യും, പുറത്ത് വിടുന്ന അവരെയാണ് നമ്മൾ വിസിൽ ബ്ലോവേഴ്സ് എന്ന് പറയാം. അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ കമ്പനിക്കെതിരെ അലിഗേഷൻസോ വിസിൽ ബ്ലോവേഴ്സോ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ വാറ്റ് അല്ലാതെ പുറത്ത് ഏതെങ്കിലും ന്യൂസിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങളെക്കുറിച്ച് ഫ്രോഡ് അല്ലെങ്കിൽ കംപ്ലൈൻറ്റ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ FT എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. ഈ ഒരു 2-3 ചെക്കിങ്ങിന് ശേഷമാണ് എന്ത് ചെയ്യുക, ഓഡിറ്റ് ട്രിഗർ ആവുക. ഓക്കെ, അപ്പോൾ ഓഡിറ്റ് ട്രിഗർ ആവുക പറഞ്ഞു കഴിഞ്ഞാൽ, FTന്റെ ഓഡിറ്റും സൗദി അറേബ്യയിലെ ഓഡിറ്റും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. സൗദി അറേബ്യയിലെ സക്കൻ്റെ ഓഡിറ്റും നമ്മളെ UAയിലെ FTന്റെ ഓഡിറ്റും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. UAയിലെ ഓഡിറ്റ് ബാക്ക് ഓഡിറ്റ് ആണ്. അതായത് ഇപ്പോൾ ഒരു വർഷത്തെ ഡാറ്റ ഫുള്ള് നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അവരെന്ത് ചെയ്യുള്ളൂ, ആ വർഷത്തെ ഓഡിറ്റ് എന്ത് ചെയ്യുള്ളൂ, ചെക്ക് ചെയ്യുള്ളൂ. പക്ഷേ സൗദിയിൽ അങ്ങനെയല്ല. സൗദിയിൽ റിയൽ ടൈം ഓഡിറ്റ് എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ട്. റിയൽ ടൈം ഓഡിറ്റ് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇന്നത്തെ ദിവസം അവർക്ക് എന്ത് ചെയ്യണം, ഇന്നത്തെ ഡാറ്റ ഓഡിറ്റ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ അവർ ഇന്നത്തെ ഡാറ്റ ഓഡിറ്റ് ചെയ്യും. പക്ഷേ UAയിൽ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു മാസത്തെ ഡാറ്റ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്താൽ മതി, അടുത്ത മാസം കഴിഞ്ഞ മാസത്തിന്റെ ഓഡിറ്റ് എന്ത് വരുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞു പോയ ട്രാൻസാക്ഷനെ കുറിച്ചാണ് UAയിൽ പൊതുവെ എന്ത് വരിക, ഓഡിറ്റ് വരിക. അല്ലാതെ ഇന്ന് നടക്കുന്ന ട്രാൻസാക്ഷനെ കുറിച്ച് എന്തില്ല, ഓഡിറ്റ് വരില്ല. അപ്പം അങ്ങനെ ഒരു ഗുണം നമുക്കുണ്ട്. പക്ഷെ അതും ഗുണം എന്ന് പറയാൻ പറ്റില്ല, സ്റ്റിൽ എന്താണ് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടായാലും ഉണ്ട്. അപ്പം ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ FT എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ പറഞ്ഞ കേസുകൾ നമ്മൾ ഏതെങ്കിലും ഒന്നിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, FT ഓഡിറ്റിന് സെലക്ട് ചെയ്യും. ഓഡിറ്റിന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് 2 രീതിയിലാണ് അതിൻ്റെ നോട്ടീസ് കാര്യങ്ങൾ വരിക. ഒന്നെങ്കിൽ നിങ്ങളുടെ മെയിൽ ID യിലേക്ക് സ്ട്രെയിറ്റ് വരും. ഓക്കെ,
മെയിൽ ഐ ഡിയിലേക്ക് സ്ട്രേറ്റ് വരിക പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് സീരിയസ് മാറ്റർ ആയിരിക്കും. കുറച്ചും കൂടിയും സീരിയസ് മാറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് ഡയറക്റ്റ് മെയിൽ ഐ ഡിയിലൂടെ എന്ത് ചെയ്യും, നിങ്ങളെ FTA പോർട്ടലിൽ നിങ്ങൾ ഏത് മെയിൽ ഐ ഡിയിലാണോ കൊടുത്തത് അതിലേക്ക് ഡയറക്റ്റ് നിങ്ങളുടെ ഓഡിറ്റിന്റെ നോട്ടീസ് വരും. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മൈനർ ഇഷ്യൂസോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വലിയ ഇഷ്യൂസ്, ഇപ്പോൾ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്തു, നമ്മുടെ ഓഫീസ് അഡ്രസ്സ് ചേഞ്ച് ചെയ്തു, നമ്മുടെ ഓഫീസ് അഡ്രസ്സ് ഇത്രയും കാലം നമ്മൾ ദുബായ് വർക്ക് ചെയ്തിരുന്ന നമ്മൾ എന്ത് ചെയ്തു, അബുദാബിയിലേക്ക് നമ്മുടെ ഓഫീസ് മാറി. പക്ഷെ നമ്മൾ FTA എന്ത് ചെയ്തിട്ടില്ല, ഇത് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം ചേഞ്ചസുകളൊക്കെ പൊതുവേ നിങ്ങൾക്ക് മെയിലായിട്ട് വരാനുള്ള സാധ്യത കുറവാണ്. പകരം ഡയറക്റ്റ് വെബ്സൈറ്റിനകത്ത് തന്നെ നമ്മൾ ഇന്നലെ കണ്ടില്ല മൈ കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ ആ മൈ കറസ്പോണ്ടൻസ് ടാബിലായിരിക്കും വന്നിട്ടുണ്ടാവുക. അത്തരത്തിലുള്ള ചെറിയ ചെറിയ റെഗുലാരിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അതിലായിരിക്കും വരിക. ചിലപ്പോൾ എന്തെങ്കിലും അതും ഈവൻ ചിലപ്പോൾ മെയിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ FTA തോന്നുകയാണ് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഇൻവോയ്സിംഗിൽ തെറ്റുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഇൻപുട്ട് മിസ്മാച്ച് കറക്റ്റ് അല്ല എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ FTA നിങ്ങളെ ഫ്ലാഗ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു എമൗണ്ടിലേക്ക് വരുന്ന ഒരു 4-5 പേജ്, ഒരു 5-6 പേജ് കുറയാത്ത വലിയൊരു സാധനം തരും നിങ്ങളുടെ മെയിൽ ഐ ഡിയിലൂടെ ഈ പറഞ്ഞ പോലെ നോട്ടീസ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ അത്തരം നോട്ടീസ് വരുന്ന സമയത്ത് നമുക്ക് 2 ഓപ്ഷൻസ് ഉള്ളത്. ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് പേയ്മെന്റ് കൊടുക്കുക, ഒന്നും മിണ്ടാതെ ശരിയാണ് നോട്ടീസിൽ പറയുന്നതൊക്കെ കറക്റ്റ് ആണ്, ഞങ്ങൾ ഈ പറഞ്ഞ സംഭവമൊക്കെ ശരിയാണ് പറഞ്ഞിട്ട് ഡയറക്റ്റ് എന്ത് ചെയ്യുക, പൈസ അടച്ചിട്ട് ക്ലോസ് ചെയ്യുക. അത് പോസിബിൾ ആണ്, സ്റ്റിൽ പോസിബിൾ ആണ്. പക്ഷെ അത് ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച പൈസ ഒന്നും ആവില്ല, ചിലപ്പോൾ നമ്മളെ കമ്പനി തന്നെ പൂട്ടുന്ന രീതിയിലുള്ള പൈസ ആയിരിക്കും അവരെന്ത് ചെയ്യുക, നോട്ടീസ് അയച്ചു തരാം. രണ്ടാമതൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ നോട്ടീസിനെതിരെ അപ്പീൽ ചെയ്യുക, അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ റിവ്യൂ റിക്വസ്റ്റ് ചെയ്യുക. അതിനാണ് നമ്മൾ ഇന്നലെ വെബ്സൈറ്റ് കയറിയ സമയത്ത് റിവ്യൂ റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു, റിക്വസ്റ്റ് കൊടുക്കാറ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിക്വസ്റ്റിന് പോവാം. നമുക്കൊരു നോട്ടീസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നോട്ടീസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നുകയാണ്, ഇപ്പോൾ FTA പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇൻപുട്ട് ഈ ഒരു മാസം ഇൻപുട്ട് എടുത്തത് 10,000 ദിർഹംസ് ഉണ്ട്, ശരിക്കും നിങ്ങൾക്ക് 10,000 ദിർഹംസ് ഉണ്ടോ എന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ റിവ്യൂ റിക്വസ്റ്റിലൂടെ റിപ്ലൈ കൊടുക്കാം, ശരിയാണ് ഞങ്ങൾക്ക് 10,000 ദിർഹംസ് ഉണ്ട്, ഇതാണ് ഞങ്ങളുടെ ആ 10,000 ദിർഹംസിന്റെ ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിലൂടെ എന്ത് ചെയ്യാം, റിപ്ലൈ കൊടുക്കാം. ഇനി അതല്ല, ഇത്തരത്തിലുള്ള കേസിലുള്ള നോട്ടീസ് അല്ലെങ്കിൽ ഈ കേസ് നോട്ടീസ് അല്ല, കുറച്ചും കൂടി സീരിയസ് അലിഗേഷൻസ് ആണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ കമ്പനിയിൽ ആന്റി മണി ലോണ്ടറിങ് അല്ലെങ്കിൽ മണി ലോണ്ടറിങ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ അതിൽ വാറ്റിന്റെ ട്രീറ്റ്മെന്റും കൂടി ഉണ്ട്. AML വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ് അത് ഡീൽ ചെയ്യുക. സ്റ്റിൽ അതിൽ എന്തെങ്കിലും വാറ്റ് റിലേറ്റഡ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ FTA എന്നൊന്നും എന്ത് വരും, നോട്ടീസ് വരും, അല്ലെങ്കിൽ വാറ്റ് റിലേറ്റഡോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് റിലേറ്റഡോ കാര്യം ഉണ്ടെങ്കിൽ FTA എന്ന് നോട്ടീസ് വരും. അങ്ങനെ നോട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സീരിയസ് അലിഗേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഇൻ പേഴ്സൺ പോകേണ്ടി വരും. നമ്മൾ ഈ FTA വെബ്സൈറ്റ് ത്രൂ റിപ്ലൈ കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇൻ പേഴ്സൺ എന്ത് ചെയ്യേണ്ടി വരും, FTA ഓഫീസിൽ ഹാജരായി ഏതാണോ നിങ്ങളുടെ ടാക്സ് ജൂറിസ്ഡിക്ഷൻ, ആ ജൂറിസ്ഡിക്ഷനിലുള്ള ടാക്സിന്റെ ഓഫീസിൽ പോയിട്ട് നിങ്ങൾ ഇൻ പേഴ്സൺ ഹാജരായി നിങ്ങളുടെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനകത്ത് നിങ്ങൾ ഏതൊക്കെ നോട്ടീസിൽ എന്തൊക്കെ ചോദിച്ചോ നമ്പർ ഇട്ടിട്ടുണ്ടാവും. നമ്പർ 1 ഇത് വേണം, നമ്പർ 2 ഇത് വേണം, നമ്പർ 3 ഇത് വേണം, ഇതാണെന്ന് പറഞ്ഞ് നമ്പർ ഇട്ടണം. ആ നമ്പർ അനുസരിച്ച് ഏതൊക്കെയാണ് അവർ ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് അത് അതേപോലെ കൊണ്ടുപോയിട്ട് എന്ത് വരും, കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ രീതിയിലാണ് എന്ത് വരിക, ഓഡിറ്റിന്റെ സ്റ്റേജും വരിക. ഓഡിറ്റ് ട്രിഗർ ആവലും അങ്ങനെ ആയിരിക്കും. ഓഡിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിപ്ലൈ കൊടുക്കാനുള്ള ഓപ്ഷനും ആയിരിക്കും. ഓക്കെ, സോ അതാണ് ഓഡിറ്റിന്റെ സൈഡ്. ചെറിയ ഒരു പോർഷൻ ആണ്, കാര്യമായിട്ടൊന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. നമുക്ക് അവിടെ പ്രത്യേകിച്ച് ചെയ്യാനുള്ളത് നമ്മൾ ഈ റിപ്ലൈ കൊടുക്കുന്ന സീറ്റിനാണ്. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയേണ്ട സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഓഡിറ്റിന് നോട്ടീസ് വന്നു കഴിഞ്ഞാൽ റിപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ടത്. റിപ്ലൈ കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവർ ചോദിക്കുന്നത്, ആ ചോദിക്കുന്നതിന് കറക്റ്റ് ആൻസേഴ്സ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. റിപ്ലൈ ഡ്രാഫ്റ്റ് ചെയ്യുക, ഒരു ഓഡിറ്റിനുള്ള നോട്ടീസിന്റെ റിപ്ലൈ ഡ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, സോ അതോടുകൂടി ആ സൈഡും നമ്മൾ നമ്മുടെ ഇതും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നാളെ എന്ത് ചെയ്യാം, ഒറ്റ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 2 ക്വസ്റ്റ്യന് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത വാറ്റിൽ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം, ഇൻക്ലൂഡിങ് പ്രാക്ടിക്കൽ സൈഡ്, ഇൻക്ലൂഡിങ് ഇൻവോയ്സിങ്. അപ്പോൾ കമ്പനി ഇൻവോയ്സിങ്ങുള്ള എല്ലാമുള്ള എക്സംപ്റ്റഡും 0 റേറ്റഡും എല്ലാ ടൈപ്പ് ഓഫ് സപ്ലൈ ഉള്ള എല്ലാം ഉള്ള ഒരു കമ്പനീന്റെ ട്രയൽ ബാലൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾറെഡി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രയൽ ബാലൻസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അതൊന്ന് വർക്കൗട്ട് ചെയ്യുക. ആദ്യം തിയററ്റിക്കലി വർക്കൗട്ട് ചെയ്യുക. അതായത് എക്സൽ ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ വാറ്റ് എമൗണ്ട് എത്ര വരും എന്നുള്ളത് എന്ത് ചെയ്യുക, റെഡിയാക്കുക. അപ്പോൾ അതിന് നാളെ നിങ്ങൾ പറ്റുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, സിസ്റ്റം കൂടി വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇരിക്കുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യുക, പ്രാക്ടിക്കലി വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കമ്പ്യൂട്ടർ വെച്ചിട്ട് തന്നെ പറ്റുന്ന ആൾക്കാരൊക്കെ സിസ്റ്റം കൊണ്ട് തന്നെ ഇരിക്കുക. കാരണം എക്സൽ ഷീറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് നോക്കാം.
എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ തിയറട്ടിക്കലി കണ്ടുപിടിക്കുക എത്രയാണ് ആ മാസത്തെ വാറ്റിന്റെ എമൗണ്ട് വരിക, അല്ലെങ്കിൽ വാറ്റ് റീഫണ്ട് ആണോ റിട്ടേൺ ആണോ, എന്തൊക്കെ കോംപ്ലൈൻസ് വരും, എന്തൊക്കെയാണ് നമ്മൾ അവിടുത്തെ. അപ്പോൾ നമ്മൾ എല്ലാ സൈഡും ടച്ച് ചെയ്തു പോകും. ഏതൊക്കെ നമ്മൾ വാറ്റിന്റെ ഫസ്റ്റ് ഡേ തൊട്ട് ഇന്നത്തെ ദിവസം വരെ എന്തൊക്കെ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തു, ആ ടോപ്പിക്കിൽ എല്ലാത്തിലും ടച്ച് ചെയ്തു പോകും. അപ്പോൾ അതിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഉണ്ടാവും, ടൈം ഓഫ് സപ്ലൈ ഉണ്ടാവും, അഡ്വാൻസ് വരുന്ന കേസ് ഉണ്ടാവും, എക്സംഷൻ ഉണ്ടാവും, സീറോ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, ക്യാപിറ്റൽ അസറ്റ് ഉണ്ടാവും, എല്ലാ സ്കീമും ഉണ്ടാവും. അപ്പൊ അതൊക്കെ ടച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് ആ കമ്പനീന്റെ വാറ്റിന്റെ എമൗണ്ട് വരിക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, എക്സൽ ആദ്യം വർക്കൗട്ട് ചെയ്യും. എക്സൽ വർക്കൗട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ സൈറ്റിലേക്ക് പോകും. സൈറ്റിൽ പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് ചെയ്ത പോലെ ഡയറക്റ്റ് സൈറ്റിൽ കയറുന്നതിന് പകരം സൈറ്റിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ടാവും, ഒന്നും ഡാറ്റ ഒന്നും ആഡ് ചെയ്യാത്ത വെബ്സൈറ്റിന്റെ സ്ക്രീൻഷോട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഏത് കോളത്തിലാണ് ഈ എമൗണ്ട് വരിക, ഏത് കോളത്തിലാണ് എമൗണ്ട് വരിക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എന്നിട്ട് പറഞ്ഞാൽ മതി, നമുക്ക് ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വാല്യൂ ഈ കോളത്തിലാണ് ആഡ് ചെയ്യേണ്ടത്, ഈ വാറ്റ് റിട്ടേണിൽ ഈ കോളത്തിലാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ പറഞ്ഞുതരാം. അപ്പൊ നാളെ അതാണ് നമുക്കുള്ള ടാസ്ക്. നാളെ കംപ്ലീറ്റ് നമ്മൾ ഈ പറഞ്ഞ ഇതുവരെ പഠിച്ച വാറ്റിൽ എന്തൊക്കെ പഠിച്ചു അത് കംപ്ലീറ്റ് നമ്മൾ ചെയ്യുന്ന ദിവസം നാളെയാണ്. നാളത്തോടു കൂടി നമ്മുടെ ക്ലാസ്സുകൾ ഫുൾ എന്താവും, കംപ്ലീറ്റ് ആവും. ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു അഡീഷണൽ ഡേ കൂടി ഞാൻ വെക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാളെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടോ അങ്ങനെ എല്ലാ സംശയങ്ങളും നാളെ എന്ത് ചെയ്യുക, പറ്റുന്ന എല്ലാ സംശയങ്ങളും നാളെ കൊണ്ടുവരിക. വാറ്റിലുള്ള എല്ലാ സംശയങ്ങളും, ബാക്കിയുള്ളത് നമുക്ക് വേറെ ദിവസം ഡിസ്കസ് ചെയ്യാം. വാറ്റിൽ എന്തെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ, നിങ്ങൾ ഇതുവരെ പ്രാക്ടിക്കലി ചെയ്ത സ്ഥലത്തോ, ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിലോ ഏതെങ്കിലും എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം, നാളെ കൊണ്ടുവരാം. നാളെ നമുക്ക് പറയാൻ പറ്റുന്ന ഡൗട്ടുകളൊക്കെ നാളെ ക്ലിയർ ചെയ്യാം. ഇനി അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വീണ്ടും ഒരു അഡീഷണൽ ഡേ കൂടി എടുത്തിട്ട് നമുക്ക് വീണ്ടും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ അതാണ് നാളത്തെ പരിപാടി. അതോടുകൂടി നമ്മുടെ സ്റ്റേജ് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സസ് ഓവർ ആവും. ഓക്കെ. അപ്പോൾ എന്താ നിങ്ങളൊക്കെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് ജസ്റ്റ് ചോദിക്കട്ടെ. വാറ്റ് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ, ഫയൽ ചെയ്യാനുള്ള ഒരു റെഡി വന്നിട്ടുണ്ടോ, വാറ്റിന്റെ ഫയലിംഗ് ഒക്കെ ഏകദേശം? രാഹുൽ ഉണ്ട്, ബാക്കിയുള്ളവരൊക്കെ? പ്രാക്ടിക്കലി ഒരു ദിവസം ചെയ്യുമ്പോ ക്ലിയർ ആവുമെന്ന് വിചാരിക്കണേ. ഈ പ്രാക്ടിക്കൽ ചെയ്ത് തന്നിരുന്നില്ലേന്ന്, അപ്പോൾ കിട്ടിയില്ലേ, ഓർമ്മയില്ലേ? എന്ന് പ്രാക്ടിക്കൽ 2 ദിവസം മുന്നേ അതല്ല നമ്മൾ അതല്ല പ്രാക്ടിക്കലി നാളെ നിങ്ങൾ ചെയ്ത് കാണിക്കാറില്ല. സ്വന്തമായിട്ട് ചെയ്തോ ഒന്ന് നോക്കുമ്പോ? ആ ആ ആ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അതേപോലെ നമ്മള് ഇൻവോയ്സിങ് ഇംപ്ലിമെന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് ആ സമയത്ത് സപ്പോർട്ട് ഉണ്ടാവോ? ഓ, ഈ ചോദിച്ചോ. ഈ ഉബൈദ് തന്നെയല്ലേ, അല്ലേ? ഉബൈദ് തന്നെയല്ലേ? ആ യെസ്. ആ അതെ മെസ്സേജ് അതെ അയക്കുന്ന അതെ. ആൾ തന്നെയല്ലേ? അതെ അതെ. ഓക്കെ, ചോദിച്ചോ. ബാക്കിയുള്ളവരൊക്കെ പറയും എന്താ അവസ്ഥ? NCS ബാക്കിയുള്ളവരൊക്കെ വാറ്റ് ഇപ്പൊ ഏകദേശം പഠിച്ചോ, എന്തേലൊക്കെ മനസ്സിലായിക്കണോ, പഠിച്ചേക്കണോ, അറിയോ? ഫയൽ ചെയ്യാൻ ഇപ്പൊ കിട്ടിയ ചെയ്യോ? പറയും. ആരോ എന്തോ പറഞ്ഞു, പോയോ? സാർ അതെ, ഉം, പറയും. ഈ ടാക്സ് ഇൻവോയ്സും ഇൻവോയ്സും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ടാക്സ് ഇൻവോയ്സും സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് ആ ടാക്സ് ഇൻവോയ്സ് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു B2B ട്രാൻസാക്ഷൻ ഒക്കെ നമ്മൾ കൊടുക്കുന്നതാണ് ടാക്സ് ഇൻവോയ്സ്. സാധാ ബിസിനസ് ടു ബിസിനസ് ടു കൺസ്യൂമർ കൊടുക്കുന്നതാണ് നമ്മൾ സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ സൂപ്പർ മാർക്കറ്റ് കയറിയാൽ, ഇപ്പോൾ ഞാനൊരു സൂപ്പർ മാർക്കറ്റ് കയറിയാൽ എനിക്ക് തരുന്നത് സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സ് കാരണം സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ ആ ആളുടെ പേരും അഡ്രസ്സും ഒന്നും നമുക്ക് വാങ്ങാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുള്ളൂ, സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സ് എന്ത് സാധനമാണോ വാങ്ങിയത് ആ സാധനത്തിന്റെ വില, അതിന്റെ വാറ്റ് എമൗണ്ട്, ഇത് മാത്രമേ ആ സൂപ്പർ മാർക്കറ്റിലെ ബില്ലിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സ് B2C ട്രാൻസാക്ഷൻ ഒക്കെ നിങ്ങൾ സിംപ്ലിഫൈഡ് ഇൻവോയ്സ് കൊടുത്താൽ മതി, സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സ് കൊടുത്താൽ മതി. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങളെ റെസിപ്പിയന്റിന്റെ അഡ്രസ്സ്, അവരെ ഡീറ്റെയിൽസ് ഒന്നും ആഡ് ചെയ്യണ്ട. നിങ്ങൾ ഏത് കമ്പനിയാണോ അല്ലെങ്കിൽ സപ്ലയർ ആരാണോ, സപ്ലയർ അഡ്രസ്സും സപ്ലയർ ഡീറ്റെയിൽസും സപ്ലയർ ടാക്സ് രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താൽ മതി. പക്ഷേ നേരെ മറിച്ച് ടാക്സ് ഇൻവോയ്സ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ B2B സപ്ലൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെസിപ്പിയന്റിന്റെ അഡ്രസ്സും നമ്മുടെ റെസിപ്പിയന്റിന്റെ പേരും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻവോയ്സിനകത്ത് വേണം. മനസ്സിലായോ? അപ്പൊ അതാണ് ടാക്സ് ഇൻവോയ്സും മറ്റേത് സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സും. ഒന്ന് ഇപ്പൊ ഈ നോർമലി നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കൊടുക്കുന്ന പോലത്തെ ഇൻവോയ്സ്, മറ്റേത് നോർമലി നമ്മൾ ഒരു ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് കൊടുക്കുന്ന ഇൻവോയ്സ്. ഓക്കെ. ഞാൻ വർക്ക് ചെയ്യുന്നത് മാനുഫാക്ചറിങ് ഫേമാണ്, അപ്പോൾ കോൺട്രാക്ടിങ് കമ്പനിയാണ്. അപ്പൊ ഓക്കെ. നമ്മൾ ഇതേപോലെ വർക്ക് എടുത്തിട്ട് പുറത്ത് ഇതേപോലെ ചില ചെറിയ ചെറിയ കോൺട്രാക്ടിങ് ടീംസ് ഉണ്ട്, അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കും.
ഉം. അപ്പൊ അതിൽ ചില ആൾക്കാർക്ക് വാറ്റ് ഉണ്ടാവൂല. ആ അപ്പോ അവരെയും ഇതേപോലെ ഞങ്ങൾ ഓഡിറ്റർ പറഞ്ഞു ഓൽക്ക് സിംപ്ലിഫൈഡ് കൊടുത്താൽ മതി. ടാക്സ് ഇൻവോയ്സ് ആയിരുന്നു വാങ്ങുന്നത്, വെറും ഇൻവോയ്സ് വെറും മെൻഷൻ ചെയ്ത് വാങ്ങണം എന്ന് പറഞ്ഞു. മതി, അത് മതി. ആ കാരണം അവരെ വാറ്റ്, കാരണം അവർ B2B അല്ല, B2C ആണ്. അവർ വാറ്റ് രജിസ്റ്റേർഡ് ആൾക്കാരല്ല. അപ്പോൾ അവർക്ക് സാധാ സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സ് കൊടുത്താൽ മതി. അപ്പോൾ ഓല അഡ്രസ്സോ ഡീറ്റെയിൽസോ വാറ്റിന്റെ രജിസ്ട്രേഷനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ രജിസ്ട്രേഷൻ നമ്പർ ഒന്നും കൊടുക്കണ്ട, നോർമൽ ഇൻവോയ്സ് കൊടുത്താൽ മതി. ഇനി ഓക്കെ. ഓരോ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുമ്പോഴും സാധാ ഇൻവോയ്സ് കളക്ട് ചെയ്യുക. എന്നാൽ അതേ സ്ഥാനത്ത് ആ കോൺട്രാക്ട് രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളും രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ രണ്ടും പേരും തമ്മിലുള്ള ഒരു B2B ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ അവിടെ കൊടുക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ടാക്സ് ഇൻവോയ്സ് എഴുതി ടാക്സ് ഇൻവോയ്സ് തന്നെ കൊടുക്കണം. ഓക്കെ ഓക്കെ. ഓക്കെ, വേറെ ബാക്കിയുള്ളൊരു അനന്തു ഒരുവിധം ഓക്കെ. എന്താ ഒരുവിധം ഓക്കെ, ബാക്കി എന്താ ഇഷ്യൂ ഉള്ളത് പറയും. ഇനി എന്താ മനസ്സിലാവാത്ത പറയും. അൺരജിസ്റ്റേർഡ് ഓൺ their invoices they are not registered. അങ്ങനെ റൂളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അൺരജിസ്റ്റേർഡ് പേഴ്സൺസ് നിർബന്ധം പേഴ്സൺ ആണെന്ന് വിചാരിച്ചിട്ട് നിർബന്ധമായിട്ട് ഡിക്ലെയർ ചെയ്യണമെന്നൊന്നുമില്ല. അവരെന്ത് ചെയ്യേണ്ടത്, നിർബന്ധമായിട്ടും രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ അവരുടെ ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കേണ്ടത്. ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വേറെ മാറ്റമൊന്നും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻവോയ്സിംഗിൽ അങ്ങനെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സർ അതേപോലെ നമ്മൾ ഇപ്പൊ നോർമലി നമ്മൾ ടാക്സ് ഇൻവോയ്സ് അടിക്കുന്നത് നാട്ടിലൊക്കെ അതേപോലെ ഈ ഇൻവോയ്സ് സെപ്പറേറ്റ് ആണോ വരിക, അതോ ഒറ്റ ഇൻവോയ്സേ ഉണ്ടാവുള്ളൂ? ഒറ്റ ഇൻവോയ്സ് ചെയ്താൽ മതി, അത് ഇൻവോയ്സിംഗ് ആയി മാറുക ചെയ്യുക. ഓക്കെ, സിസ്റ്റത്തിൽ നിന്ന് തന്നെ പ്രിന്റ് എടുക്കുമ്പോൾ അത് ഈ ഇൻവോയ്സ് QR കോഡ് അടക്കമുള്ള ഈ ഇൻവോയ്സ് ആയിട്ട് വരൂലേ? വരും, നമ്മൾ വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ സിസ്റ്റം അതിനാ പറഞ്ഞ ഇൻവോയ്സിംഗിന് കംപ്ലൈന്റ് ആയിട്ടുള്ള സിസ്റ്റം ആക്കി മാറ്റണം നമ്മൾ. ഓക്കെ ഓക്കെ ഓക്കെ, റിയൽ ടൈം ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ ആവും. നോക്കാം, നമുക്ക് റിയൽ ടൈം ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ ആവോ കിട്ടുമോ എന്നുള്ളതൊന്നും കൂടി നോക്കാം. ഓക്കെ, റെഡി ആവണം, എല്ലാവർക്കും റെഡി ആവണം. ഞാൻ അതാ പറയാൻ കാരണം, എല്ലാവർക്കും റെഡി ആവണം. ഒരാൾക്കും നാളത്തെ ക്ലാസ് അല്ലെങ്കിൽ മറ്റന്നാളത്തെ ക്ലാസ് കഴിയുന്നതോടുകൂടി UAE വാറ്റ് ഫയൽ ചെയ്യാൻ പറ്റാത്ത ഒരാളും ഉണ്ടാവാൻ പാടില്ല നമ്മുടെ ക്ലാസ്സിൽ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ലൈവിൽ ഇരിക്കുന്ന എല്ലാവരും, റെക്കോർഡിങ്ങിലുള്ള ആൾക്കാർ നമുക്ക് അറിയില്ല അവർ ക്ലാസ് കേൾക്കണ്ടല്ലോ. ലൈവിൽ ഇരിക്കുന്ന ഒരാളും ചെയ്യാൻ പാടില്ല. If we want to cancel an invoice already approved by FTA under invoicing possible ആണ്. FTA അപ്രൂവ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പോസിബിൾ ആണ്. ക്യാൻസൽ ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ പോസിബിൾ ആണ്. പക്ഷെ നമ്മൾ എന്ത് ക്യാൻസൽ ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ എന്ത് എഡിറ്റ് ചെയ്തോ അതായിരിക്കണം നമ്മൾ വാറ്റ് റിട്ടേണിൽ കാണിക്കേണ്ടത്, അത്രേ ഉള്ളൂ. പക്ഷെ അത് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻവോയ്സ് കൊടുക്കുന്ന ആൾക്ക് വീണ്ടും അതേ ഇൻവോയ്സ് കൊടുക്കണം. നമ്മൾ റെസിപ്പിയന്റിന് വീണ്ടും നമ്മൾ എന്താണോ എഡിറ്റഡ് ഇൻവോയ്സ് അത് കൊടുക്കണം, ന്യൂ ഇൻവോയ്സ് കൊടുക്കണം. അപ്പം അതിലൊക്കെ ബുദ്ധിമുട്ട് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ചെയ്യുന്ന സമയത്ത് അതൊക്കെ ബുദ്ധിമുട്ടായി വരും കുറച്ച് കഴിയുമ്പോൾ. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നത് അതാണ്. നാളത്തെ ക്ലാസ്സോട് കൂടി എല്ലാവരും എന്ത് ചെയ്യണം, വാറ്റ് ഫയൽ ചെയ്യും എന്നുള്ളത് ഉറപ്പ് തരണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്ലാസ് നിർത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് നിർത്തൂല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ഷുവറായിട്ടും നാളെ നമ്മളൊന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും നാളെ പറ്റുന്ന ആൾക്കാർ, നിങ്ങൾ 9 ആൾക്കാർ 8 ആൾക്കാർ, ഞാനടക്കം 8 ആൾക്കാർ 9 ആൾക്കാർ, അപ്പോൾ നിങ്ങൾ 8 ആൾക്കാർ നാളെ ആക്റ്റീവായിട്ട് ഉണ്ടാവണം. എന്നിട്ട് നാളെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക് വാറ്റ് എമൗണ്ട് എവിടെയൊക്കെ കൊടുക്കാൻ കിട്ടുന്നുണ്ട്, അത് കറക്റ്റ് അല്ലേ, അതിൻ്റെ ലോസ് ഒക്കെ കറക്റ്റ് അല്ലേ, നമ്മൾ ഇതുവരെ പഠിച്ചൊക്കെ കണക്റ്റ് ആവണില്ലേ എന്ന് നോക്കാം. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, റെഡി ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഒരു 90% 80% കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ്, വാറ്റ് ഫയലിംഗ് ഓക്കെയാണ്. അതും കിട്ടണില്ല, ഒരു 50%-നും താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പഠിച്ചെടുക്കുക തന്നെ വേണം, ചെയ്തിട്ട് തന്നെ പോകണം. അതിൽ നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഞാൻ തരാം. എങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി അഡീഷണലി ഒരു ദിവസം ഓരോരുത്തർക്ക് ഇൻ പേഴ്സൺ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിനും ഞാൻ റെഡിയാണ്. പക്ഷേ നമ്മൾ വാറ്റിന്റെ സെക്ഷൻ കഴിയുന്നതോടുകൂടി ഈ ഇരിക്കുന്ന 8 ആൾക്കാർക്ക് നിർബന്ധമായിട്ടും വാറ്റ് ഫയൽ ചെയ്യാൻ, UAE വാറ്റ് ഫയൽ ചെയ്യാൻ അറിയണം. ഓക്കെ, സോ നാളെ കാണാം. നാളെ അതിന് റെഡി ആവുക. നാളെ ഒന്ന് പറ്റുകയാണെങ്കിൽ നമ്മളെ നോട്ട്സ് ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കിയിട്ട് വരിക, വെറുതെ വരാതെ ഒന്ന് ഓർമ്മിച്ചൊന്ന് റെഡി ആക്കിയിട്ട് വരിക. ഓക്കെ, സോ നാളെ കാണാം.